you welcome Dr. John C. Johnson, consultant endocrinology, to lead the session. Thank you. താങ്ക് യു. സോ ഇതുപോലൊരു അവസരം തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒത്തിരി കൈൻഡ് വേർഡ്സ് ആണ് എല്ലാവരും ഷെയർ ചെയ്തത്. അതിനോടെല്ലാം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടോക്ക് ആയിരിക്കട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മേ ബി അറ്റ് എ പേഴ്സണൽ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒരാൾ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യപ്പെട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൂടെ പോകുന്നവരായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ചില സംശയങ്ങളാണ് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ. അതുപോലെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഡയബറ്റീസിൻ്റെ. അപ്പം എനിക്ക് അത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കോമൺ ആയിട്ട് ഞങ്ങൾ OPD-യിൽ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. അപ്പം അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യമായിട്ട് ഡയബറ്റിസ് മെലൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു ഡിസോർഡർ ആണ്. അവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിയ. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഹൈ ഗ്ലൂക്കോസ്. സോ നമുക്കതെല്ലാവർക്കും അറിയാം. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗർ അല്ലെങ്കിൽ ഹൈ ഗ്ലൂക്കോസ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ശരിയായ രീതിയിൽ ചികിത്സിക്കുന്നതും ഷുഗറിൻ്റെ അളവിനെ നിയന്ത്രിച്ച് വയ്ക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റിസ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് ബ്രോഡ്ലി 2 കാരണങ്ങൾ കാണാം. നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഇൻസുലിൻ ശരീരത്തിലുണ്ട് എന്നാൽ അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടോ, അതുമല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ ആയിരിക്കാം നമ്മളിൽ ഒരാൾ ഡയബറ്റിസ് മെലൈറ്റിസ് ഡയഗ്നോസ് ചെയ്യപ്പെടാനുള്ള കാരണം. നമ്മുടെ ഈ വേർഡിൻ്റെ ഡീറ്റെയിലോട്ട് പോയാൽ തന്നെ ഡയബറ്റിസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്ന ഒരു ടേമാണ്. അപ്പം അതിൻ്റെ മീനിങ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് മെൽറ്റിംഗ് ഡൗൺ ഓഫ് ഫ്ലഷ് ആൻഡ് ലിംസ് ഇൻ ടു യൂറിൻ. സോ ഇതായിരുന്നു ഇനീഷ്യലി ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ഒരു ക്ലാസിക്കൽ സിംറ്റമാണ്. മെൽറ്റിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫ്ലഷ്, അവരുടെ മസിൽ മാസ്, അവരുടെ ഫാറ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു ഡയബറ്റിസ്. മെലൈറ്റിസ് എന്ന് പറഞ്ഞാലോ അതും ഒരു ലാറ്റിൻ വേർഡാണ് വിച്ച് മീൻസ് ഹണി. അപ്പം ഡയബറ്റിസിലുള്ള ഒരു കോമൺ സിംറ്റം വെയിറ്റ് ലോസും അതുപോലെ ഹണി. എന്തുകൊണ്ടാണ് അതിനെ ഹണി എന്ന് പറയുന്നത്? പഴയ ലിറ്ററേച്ചർ, ഈവൻ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ നോക്കിയാലും ഇൻ ദ 5th century BC-യിൽ തന്നെ there were description of urine of patients smelling or tasting like honey. ഹണീനെയാണ് മധുമേഹ എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ പാസ് ചെയ്ത് കഴിയുമ്പം ആൻറ്റും അതുപോലത്തെ ബാക്കി ഇൻസെക്റ്റുകളും അതിന് ചുറ്റും വന്ന് നിൽക്കും. ഈ ഹിസ്റ്ററി ഇപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. പേഷ്യൻസിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഷുഗർ ഉള്ളതെന്ന് ചോദിക്കുമ്പം പലരും പറയുന്നൊരു ഹിസ്റ്ററിയാണ് അവർ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഏരിയയിൽ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആൻറ്റ് വന്നു എന്നുള്ളത്. അപ്പം ആ വേർഡിൻ്റെ മീനിങ് തന്നെ അതാണ്, ഡയബറ്റിസ് ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹണി. നമ്മുടെ ഡയബറ്റിസിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ കാലയളവിൽ ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് നമ്മൾ അറിഞ്ഞിരുന്നത് ഈ 3 പ്രധാനപ്പെട്ട അവയവങ്ങളാണ് നമ്മൾക്ക് ഷുഗർ വരാനുള്ള കാരണങ്ങളായിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ലിവർ, രണ്ടാമത് നമ്മുടെ പാൻക്രിയാസ്, അതുപോലെ മസിൽ. ഈ പാൻക്രിയാസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ സെക്രീഷൻ നടക്കുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. അതുകൊണ്ട് പാൻക്രിയാസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ മൂലം ഇൻസുലിൻ വേണ്ട രീതിയിൽ സെക്രീറ്റ് ചെയ്യപ്പെടാത്ത ഒരവസ്ഥയാണ് ഡയബറ്റിസ്. ലിവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ അധികമായിട്ട് വരുമ്പം എവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മളെല്ലാവരും അത് നമ്മുടെ ഫ്രിഡ്ജുകളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാ ഫ്രിഡ്ജിൽ വെക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ഉപയോഗിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ ഫുഡ് ഐറ്റം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പം അതേ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് ലിവറുമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാലറി കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ബോഡി ലിവറിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതിരുന്നാലോ അതിനകത്തിരുന്ന് ഭക്ഷണ സാധനങ്ങൾ പഴകുന്നത് പോലെ നമ്മുടെ ലിവർ അതിനകത്ത് കൂടുതൽ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെച്ച്, നമ്മളെല്ലാവരും സ്കാനിനകത്ത് കേട്ടിട്ടുണ്ടോ ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് മെലൈറ്റിസ്. അപ്പം ഷുഗർ
സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്ന ഒരു ഓർഗനാണ് ലിവർ. മൂന്നാമതായിട്ട് മസിൽ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മസിൽ. ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിലോട്ട് വന്നാൽ നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് നടക്കണം, എക്സസൈസ് ചെയ്യണം. എന്തുകൊണ്ട് അത് പറയുന്നു? കാരണം നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഗ്ലൂക്കോസിനെ മസിൽ ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ പാൻക്രിയാസിലോ ലിവറിലോ മസിലിലോ ഉള്ള ഡിഫക്റ്റുകൾ കൊണ്ടാവാം ഒരാൾക്ക് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ 2025 വരുമ്പം ഈ 3 ഓർഗൻ മാത്രമല്ല നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിന്റെ റോള്, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് അഡിപ്പോസൈറ്റിന്റെ റോള്, നമ്മുടെ ബ്രെയിനിനകത്തുള്ള ചില സിഗ്നലുകൾ, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തോട്ട്, അത് എല്ലാം തന്നെ നമ്മുടെ ഷുഗർ കൺട്രോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ റിയലൈസ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ കിഡ്നിയും ഗ്ലൂക്കോസ് കൺട്രോളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ്. അപ്പം ഈ ഒരു സ്ലൈഡ് നമുക്ക് പ്രാക്ടിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഒരു ഓർഗന്റെ പ്രോബ്ലം ആണ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. മൾട്ടിപ്പിൾ ഓർഗൻസ് സൈമൾട്ടേനിയസ്ലി അഫക്റ്റഡ് ആകുന്നത് കൊണ്ടാവാം നമ്മളിൽ ഒരാൾ ഡയബറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. എൻ്റെ ഒ പി ഡിയിൽ വരുന്ന ഒരാൾക്ക് ഇപ്പം ഡയബറ്റിസ് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ അതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എന്താണ് എൻ്റെ ടൈപ്പ് ഓഫ് ഡയബറ്റിസ്? കാരണം പലരും ഗൂഗിളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും, പലർക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ടൈപ്പ് 1 എന്ന് പറയുന്ന ഒരു ഡയബറ്റിസ് ഉണ്ട്, ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റിസ് ഉണ്ട്. അപ്പം ഇതാണോ എൻ്റെ ഡയബറ്റിസ് എന്ന് ചോദിക്കും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന 2 ടൈപ്പ് ഓഫ് ഡയബറ്റിസ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം ആൾക്കാർ അതിലാണ് കൂടുതലായിട്ട് വെയിറ്റ് വളരെയധികം കുറയുന്നതും അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹൈ ഗ്ലൂക്കോസോടെ വരുന്ന ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഇത് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ്. ഒരു 20 വയസ്സ് 25 വയസ്സിന് മുൻപുള്ള ഒരു വ്യക്തി ഷുഗർ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിൽ വയ്ക്കുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഈ വ്യക്തിക്ക് ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണോ ഡയബറ്റിസ് വന്നതെന്നുള്ളത്. ടൈപ്പ് 2 ആണ് നമ്മൾ യൂഷ്വലി പറയുന്ന കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഡയബറ്റിസ് ആണ് ടൈപ്പ് 2 ഡയബറ്റിസ്. പണ്ട് കാലത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇത് യൂഷ്വലി ഒരു 50 വയസ്സോ 60 വയസ്സോ മുകളിലുള്ള ഒരാളിലാണ് കാണുന്നതെങ്കിൽ കാലം മാറി. അതുകൊണ്ട് ഡയബറ്റിസ് ഇപ്പം ഒത്തിരി അധികം യങ്ങർ ആൾക്കാരിലും കാണുന്നുണ്ട്. 10 വയസ്സോ അതിന് മുകളിലോ ഉള്ള ഏതൊരു വ്യക്തിയിലും ടൈപ്പ് 2 ഡയബറ്റിസും ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ടൈപ്പ് 1 ഞാൻ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റിസിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഇൻസുലിൻ്റെ അഭാവമല്ല, മറിച്ച് ഇൻസുലിൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതാണ് ആദ്യ സമയത്ത് ടൈപ്പ് 2 ഡയബറ്റിസിൽ. എന്നാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കുറയാനും ആരംഭിക്കും. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അത് ഇൻസുലിൻ ആക്ഷൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഗ്രാജുവലി ഒരു മിക്സ്ചർ ഓഫ് ഇൻസുലിൻ ആക്ഷൻ ആൻഡ് ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് നടക്കുന്നത്. ചില ആൾക്കാരിൽ അവരുടെ ഡയബറ്റിസ് ഈ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2 എന്ന 2 കാറ്റഗറിയിലും നമുക്ക് പെടുത്താനായിട്ട് പറ്റാതെ പോകും. അങ്ങനെയുള്ള വേറെ ടൈപ്പുകളെയാണ് നമ്മൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് സ്പെസിഫിക് ടൈപ്പ് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ആള് ശ്വാസം മുട്ടലുമായിട്ട് ആശുപത്രിയിലോട്ട് വരുമ്പം അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ സ്റ്റിറോയിഡ് മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ സ്റ്റിറോയിഡ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഷുഗറിൻ്റെ അളവ് കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണ്. എന്താണ് അവരുടെ ഡയബറ്റിസ് വരാനുള്ള കാരണം? അവർക്ക് കൊടുത്ത മെഡിസിൻ. സോ അത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. വേറൊന്നാണ് പ്രഗ്നൻസിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡയബറ്റിസ്. അതും വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിലുള്ള ഡേറ്റ എടുത്താൽ ഏകദേശം 5-ൽ 1 പ്രഗ്നന്റ് വുമണ് പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിസ് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ചിലർക്ക് ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയബറ്റിസ് ആണ്. പ്രഗ്നൻസിയുടെ ചെക്കപ്പിന് വേണ്ടി അവർ ആദ്യമായിട്ട് ഹോസ്പിറ്റൽ വരുമ്പോഴായിരിക്കും അവർക്ക് ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരിൽ അവർക്ക് ഡയബറ്റിസ് ഇല്ല. എന്നാൽ പ്രഗ്നൻസിയുടെ ഒരു 5 മാസം 6 മാസം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില ഹോർമോണൽ വ്യത്യാസം കാരണം അവർക്ക് ഷുഗർ വരുന്നതാവാം. അപ്പം അതുകൊണ്ട് ബ്രോഡ്ലി നമുക്ക് ഇതുപോലെ പല ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ഉണ്ട്. എല്ലാവരെയും നമുക്ക് ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണ് എന്ന് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റാറില്ല.
ഇപ്പം നമ്മൾ അവരെ അൺക്ലാസിഫൈഡ് എന്ന് പറയും. ആൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അവരുടെ ക്ലിനിക്കൽ പിക്ചർ അനുസരിച്ച് നമുക്ക് അതിലോട്ട് അവരെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ലൈഡാണ്. എങ്ങനെയാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 4 പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ്. എന്താണ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് എന്നുള്ളതാണ് അഗെയിൻ മൾട്ടിപ്പിൾ ടൈംസ് ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 8 അവേഴ്സ് ഫാസ്റ്റിംഗ് ആണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അനുസരിച്ച് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ കൊടുക്കുന്ന സാമ്പിൾ ആണ് ഫാസ്റ്റിംഗ്. 8 എന്നുള്ളത് 10 മണിക്കൂർ വരെ ആവാം. സോ 8 to 10 അവേഴ്സ് ആണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള സമയം. ചിലര് ഉച്ചയ്ക്ക് 2 മണിക്ക് OPD-യിൽ വരും. എന്നിട്ട് അവർ പറയും തലേന്ന് രാത്രിയാണ് അവർ ഭക്ഷണം കഴിച്ചത്, ഇപ്പോഴും ഫാസ്റ്റിംഗ് ആണ്, ഡോക്ടർ ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ ഡെഫിനറ്റ് ആൻസർ വുഡ് ബി ചെക്ക് ചെയ്തോളൂ. പക്ഷെ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡയഗ്നോസിസിലോട്ട് വരാനായിട്ട് പറ്റില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിൽ ചെയ്യുന്ന ടെസ്റ്റ്. അത് ട്രഡീഷണലി നമ്മളത് ചെയ്യുന്നത് ഒരു ഗ്ലൂക്കോസ് കുടിക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഡയബറ്റിസ് ഉള്ള ഒരു രാജ്യത്ത് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവരോട് ഭക്ഷണം കഴിച്ചിട്ട് ബ്ലഡ് ഷുഗർ കൊടുക്കണമെന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിലും പലർക്കും സംശയമുണ്ട്. ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നതിൽ നിന്നാണോ 2 മണിക്കൂർ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണോ 2 മണിക്കൂർ? കാരണം ലാബിലെത്തുമ്പോൾ അവർ പറയും 1.5 മണിക്കൂറിൽ സാമ്പിൾ എടുക്കണം. ചില ലാബിൽ അവർ പറയും 1 hour 45 മിനിറ്റിൽ സാമ്പിൾ എടുക്കണം. സോ അഗെയിൻ ഡെഫിനിഷൻ വൈസ് നമ്മൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്ന സമയത്തിൽ നിന്നാണ് 2 hours എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു 15 മിനിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ലാബിൽ എത്തിക്കഴിയുമ്പോൾ അവർ പറയും ഒരു 1 hour 45 മിനിറ്റിൽ നമുക്ക് സാമ്പിൾ എടുക്കാമെന്ന്. ഇപ്പം 1 മണിക്കൂർ എടുത്ത് ഭക്ഷണം കഴിക്കുന്ന ചില ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെയുള്ള ഒരാൾക്ക് തുടങ്ങുന്നതിൽ നിന്നാണോ അവസാനത്തിൽ നിന്നാണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്കറിയില്ല. കാരണം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മളെല്ലാവരും പെട്ടെന്ന് കഴിക്കുന്നവരാണെന്നും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആണ് നമ്മുടെ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം. അതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് രീതി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്തിൽ നിന്ന് 2 hours ആണ്. മൂന്നാമത്തെ ഒരു ടെസ്റ്റാണ് HbA1c. ഇതും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനിൽ എന്തുമാത്രം ഗ്ലൂക്കോസ് അറ്റാച്ച് ചെയ്തു എന്നതിൻ്റെ ഒരു മെഷറാണ് HbA1c. ആൻഡ് അവസാനത്തെ ഒന്നാണ് ഇപ്പോൾ റാൻഡമായിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും ദൂരെ നിന്ന് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് കാണുന്നത് ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ട്രാവൽ ചെയ്തു ഹോസ്പിറ്റൽ വന്നു. അവിടെ എത്തിയപ്പോൾ അവരോട് ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ദിവസം വന്ന് ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ അവരോട് ഒരു റാൻഡം ഷുഗർ ചെയ്യാൻ വേണ്ടി പറയും. ഇപ്പോൾ റാൻഡം ഷുഗർ ചെയ്യുമ്പോൾ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീർച്ചയായിട്ട് പറയണമെങ്കിൽ അവർക്ക് ഷുഗറിൻ്റെതായിട്ടുള്ള ടിപ്പിക്കൽ സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാവണം. അത് നമുക്ക് സബ്സിക്വൻ്റ് ആയിട്ടുള്ള സ്ലൈഡിൽ കാണാം. ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്ത 3 ടെസ്റ്റുകൾ. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആണെങ്കിൽ 126 എന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കട്ട് ഓഫ്. അത് അറ്റ്ലീസ്റ്റ് 2 സെപ്പറേറ്റ് ഒക്കേഷനിലെങ്കിലും നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടേ ഒരു വ്യക്തിക്ക് ഡയബറ്റിസ് ഉണ്ട് എന്ന് പറയുള്ളൂ. രണ്ടാമതായിട്ട് HbA1c, അതിൻ്റെ 6.5% ആണ് നമ്മൾ ഉപയോഗിക്കുന്ന കട്ട് ഓഫ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷമുള്ളതാണെങ്കിൽ 200 mg/dl. ഒരു വ്യക്തി ഈ 3 ടെസ്റ്റുകളും ചെയ്യുവാണെങ്കിൽ ഇതിൽ 2 ഡയബറ്റിസിന്റെ കട്ട് ഓഫിലോട്ട് വന്നാൽ നമുക്ക് സംശയം കൂടാതെ അവർക്ക് ഡയബറ്റിസ് ഉണ്ട് എന്ന് പറയാം. എന്നാൽ ചില വ്യക്തികളിൽ നമ്മൾ കാണുന്ന ഒരു ഇതാണ്, അവരുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഒരു 130 ആയിരിക്കും. എന്നാൽ അവരുടെ HbA1c നോക്കിയാൽ അത് ഒന്നെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ബോർഡർ ലൈൻ അളവിലും, അവരുടെ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ നോക്കിയാൽ അതും ഒരു ബോർഡർ ലൈൻ ലെവലിലും കാണാം. അപ്പോൾ അവർക്ക് ഡയബറ്റിസ് ഉണ്ടോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വുഡ് ബി ടു റിപ്പീറ്റ് ദ ടെസ്റ്റ്. 2 തവണ ഈ സെയിം ടെസ്റ്റ് ചെയ്തു 2 തവണയും ഡയബറ്റിസിന്റെ കട്ട് ഓഫിലാണ് വരുന്നതെങ്കിൽ ബാക്കി ടെസ്റ്റുകൾ ഒരു പ്രീ ഡയബറ്റിക് റേഞ്ചിലാണെങ്കിൽ പോലും നമുക്ക് അവരെ ധൈര്യമായിട്ട് ഡയബറ്റിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാം. അല്ലെങ്കിലുള്ള വഴി രണ്ടാമതൊരു ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ 2 ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ നമ്മൾക്ക് ഡയബറ്റിസ് എന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള വാർണിംഗ് സൈൻസ് ഓഫ് ഡയബറ്റിസ്? ഈ കാർട്ടൂണിൽ കാണുന്നത് പോലെ ചിലർക്ക് അവരുടെ യൂറിനറി ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നതാവാം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ, അത് നമ്മുടെ യൂറിൻ പാസ് ചെയ്യുന്ന ജനനേന്ദ്രിയത്തിന്റെ അറ്റത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സ്കിൻ പൊട്ടുന്നതായിട്ടോ ആവാം ആദ്യത്തെ സിംറ്റം.
വേറെ ചിലരിൽ എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ്, മുമ്പത്തതുപോലെ എനർജി ഇല്ല, ഫറ്റീഗ് ആവുന്നു. വെയിറ്റ് കുറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ അൺഇൻറ്റൻഷനലി വെയിറ്റ് കുറയുന്നു. എനിക്ക് സാധാരണയെക്കാളും അധികമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ ദാഹം, കൈയും കാലും മരച്ചു പോകുന്നു, അല്ലെങ്കിൽ പിന്ന് വെച്ച് കുത്തുന്നത് പോലെയുള്ള ഫീലിംഗ്, എൻ്റെ മുറിവുകൾ ഉണങ്ങുന്നില്ല. ഇതൊക്കെ ആവാം ഡയബറ്റീസിന്റെ സിംറ്റം. പക്ഷെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ഡയബറ്റിസ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഫാമിലിയിലുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാം ഈ പറഞ്ഞ സിംറ്റംസ് ഒന്നും തന്നെ പല വ്യക്തികളിലും കാണാറില്ല. അവരൊരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വരുന്നു. അതൊരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വരുന്നതാവാം, വിദേശത്തോട്ട് പോകാനുള്ളതിൻ്റെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ചെയ്യുന്നതാവാം. അങ്ങനെയുള്ള ഒരു സമയത്തായിരിക്കാം അവർക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് ചിലർക്ക് ഇതുപോലെ സിംറ്റംസ് വരുന്നു, ബാക്കി ചിലർക്ക് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ള ക്വസ്റ്റ്യനും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരവില്ല. മേ ബി അത് നമ്മുടെ ബോഡിയുടെ എബിലിറ്റി ടു കോമ്പൻസേറ്റ് അതുപോലെ ഇരിക്കും. വളരെ ചെറുപ്പക്കാര്, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ളവർ, അവരിൽ ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ ആക്ഷൻ ആണ് കുഴപ്പം. അങ്ങനെയുള്ളവരിലൊക്കെ ഡയബറ്റിസ് പലപ്പോഴും വളരെ മൈൽഡ് ആയിരിക്കും. പല നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരിൽ സിംറ്റം ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ പല വ്യക്തികളും വന്ന് പറയുന്ന ഒരു ഹിസ്റ്ററിയാണ്, എൻ്റെ ഷുഗർ 400 500, പക്ഷെ എനിക്ക് എപ്പം മുറിവ് വന്നാലും അത് ഉടനെ തന്നെ ഉണങ്ങും, ഇതുവരെ എൻ്റെ കാല് പഴുത്തിട്ടില്ല. അപ്പൊ അത് അവർക്കൊരു ധൈര്യമാണ്. ഷുഗർ ഒരു പ്രശ്നമല്ല, കാരണം എൻ്റെ മുറിവുകൾ എപ്പോഴാണേലും ഉണങ്ങും. ഇപ്പം ഡോക്ടർ പറയുന്നു എൻ്റെ മുറിവുകൾ ഷുഗർ ഉണ്ടെങ്കിൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന്, പക്ഷെ എനിക്ക് ആ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. അഗെയിൻ അവിടെ എനിക്ക് പറയാനുള്ള ഉത്തരം, എല്ലാവർക്കും ഈ പറയുന്ന സിംറ്റംസ് എല്ലാം തന്നെ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. റിസ്ക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ വളരെയധികം അറിയേണ്ട ഒരു ഫാക്ടർ. ഈ ഫിഗർ എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ ഗൈഡ് ലൈനിൽ നിന്നാണ്. അപ്പം അവർ പറയുന്നത്, ഏത് ഒരു അഡൽട്ട് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ കട്ട് ഓഫ് നോക്കിയാൽ ആ സെക്കൻഡ് ലൈനിൽ കാണാം, അവര് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ BMI 23യേക്കാളും കൂടുതലാണെങ്കിൽ, വിച്ച് മീൻസ് നമ്മളിൽ ഒരു 80% ആൾക്കാർക്കും ഡയബറ്റിസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ എത്നിസിറ്റി, ഇന്ത്യൻസ് എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ കൺസിഡർ ചെയ്യപ്പെടുന്നത് ഒരു ഹൈ റിസ്ക് എത്നിസിറ്റി ആയിട്ടാണ്. അപ്പം നമ്മളിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഓവർ വെയ്റ്റോ ഒബീസോ ആണെങ്കിൽ തന്നെ ഡയബറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾക്ക് ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ്, ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് പ്രഷറിന് മരുന്നെടുക്കുന്ന വ്യക്തികൾ, അതുപോലെ കൊളസ്ട്രോൾ കൂടുതലുള്ളവര്, പെൺകുട്ടികളിലാണെങ്കിൽ അവർക്ക് പോളിസിസ്റ്റിക് ഓവറി, അല്ലെങ്കിൽ നമ്മുടെ ജോലി അനുസരിച്ച് ഫിസിക്കലി അത്ര ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഇവരെല്ലാവരും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഡയബറ്റിസ് ഉണ്ടോ എന്ന് സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ പലരുടെയും കഴുത്തിലോട്ട് നോക്കിയാൽ നമ്മൾ കാണുന്ന ഒരു ഫൈൻഡിങ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കഴുത്തിന്റെ അവിടെ കുറച്ച് ഡാർക്കനിങ് ആയിട്ടുള്ള ഒരു വെൽവെറ്റി സ്കിൻ എന്ന് പറയും. ഈ ഡാർക്ക് വെൽവെറ്റി സ്കിൻ ആ കഴുത്തിന്റെ അവിടെ കാണുന്നതിനെ പറയുന്ന പേരാണ് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ്. അക്കാൻതോസിസ് നൈഗ്രിക്കൻസും അതുപോലെ വേറെ ചിലർക്ക് അവര് പാലുണ്ണി എന്ന് പറയും. ചെറിയ 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 തടിപ്പുകൾ പോലെ കഴുത്തിന്റെ സൈഡിലായിട്ട് കാണും. അപ്പം 1 2 നോർമലായിട്ട് കാണാം, എന്നാൽ 5 അതിൽ കൂടുതലോ അതിനെ സ്കിൻ ടാഗ് എന്നാണ് പറയുന്നത്. സ്കിൻ ടാഗ് അല്ലെങ്കിൽ ഈ കഴുത്തിൽ കറുപ്പ് നമ്മൾ കാണുവാണെങ്കിൽ, അത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ലെന്നും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം പല കുട്ടികളിൽ നോക്കിയാൽ പോലും 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടികളുടെ കഴുത്ത് നോക്കിയാലും, പ്രത്യേകിച്ച് അവർ കുറച്ച് ഓവർ വെയ്റ്റ് ആണെങ്കിൽ, കഴുത്തിന്റെ ചുറ്റും ഈ ഒരു ഡാർക്കനിങ് കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും പറയുന്നത് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പോരാ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഹാവ് ടു ബി ചേഞ്ച്ഡ്. ഇല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റിസ് ഡെവലപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് പ്രീ ഡയബറ്റിസ്. പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ അല്ല, എന്നാൽ അത് കുറച്ച് കൂടുതലാണ്, ഹൗവർ ലെസ് ദാൻ ദ ഡയഗ്നോസ്റ്റിക് ത്രഷോൾഡ് ഫോർ ഡയബറ്റിസ്. അങ്ങനെയുള്ള പ്രീ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ എല്ലാ വർഷവും
അവർക്ക് ഷുഗർ ഡെവലപ്പ് ആകുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും തീർച്ചയായിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും 1 തൊട്ട് 3 വർഷത്തിന്റെ ഇന്റർവെല്ലിൽ ഡയബറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. 4-മത്തെ പോയിന്റ് നോക്കിയാൽ ടെസ്റ്റിംഗ് ഷുഡ് ബിഗിൻ അറ്റ് ദ ഏജ് ഓഫ് 35 ഇയേഴ്സ്. അപ്പം അഡൽട്ടിൽ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 35 വയസ്സിന് മുകളിലുള്ള എല്ലാ വ്യക്തികളിലും നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മൾ ഡയബറ്റിസിന്റെ സ്ക്രീനിങ് ചെയ്യണം. ഇത് ഓരോ വർഷവും ഡയബറ്റിസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കട്ട് ഓഫ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2025 ഗൈഡ് ലൈൻ അനുസരിച്ച് 35 ഇയേഴ്സ് ആണ് ഐഡിയലി നമ്മൾ നോക്കേണ്ട സമയം. ഇത് നോർമൽ ആണെങ്കിൽ 3 വർഷ ഇന്റർവെല്ലിൽ ചെയ്താൽ മതി. എന്നാൽ ഇത് അബ്നോർമൽ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പീരിയോഡിക്കലി അത് മോണിറ്റർ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഡയബറ്റിസിനെ പറ്റി ഇത്രയും കോൺഷ്യസ് ആയിട്ടുള്ളത്? കാരണം എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും, ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കാലില് മുറിച്ച് കളയേണ്ട വരാം. ഇതിനെയാണ് നമ്മൾ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാറ്റഗറി ഉണ്ട്. ഇടതുവശത്ത് നോക്കിയാൽ മൈക്രോവാസ്കുലർ എന്ന് പറയും. മൈക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ ബ്ലഡ് വെസൽസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ OPDയിലോട്ട് ഒരു വ്യക്തി ഡയബറ്റിസുമായിട്ട് കടന്നു വരുമ്പം നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എങ്ങനെയുണ്ട്? അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? കണ്ണില് റെറ്റിനോപ്പതിയുടെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നറിയാനാണ്. രണ്ടാമതായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നെഫ്രോപ്പതി. യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിനിൽ പത വരുന്ന ഒരു കണ്ടീഷൻ. പത വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഷുഗർ കാരണമല്ല. എന്നാൽ ഷുഗർ ഉള്ള ഒരു വ്യക്തിയിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ഫ്രോത്തി ആയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് ക്രിയാറ്റിനിൻ മാത്രം നോക്കിയാൽ പോരാ, യൂറിനകത്തുള്ള ആൽബുമിൻ പ്രോട്ടീനിന്റെ അംശം തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. മൂന്നാമത്തതാണ് ന്യൂറോപ്പതി. ന്യൂറോപ്പതി നമ്മളിൽ അറിയാം, പല ആൾക്കാരും കാലിന്റെ താഴെ മരപ്പ് വരുന്നു, പെരുപ്പ് വരുന്നു, എനിക്ക് സെൻസേഷൻ അറിയാൻ പറ്റുന്നില്ല, കാലിൽ നിന്ന് ചെരുപ്പ് തെന്നിപ്പോകുന്നു എന്ന് പറയുന്ന അത് ന്യൂറോപ്പതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ നോക്കിയാൽ നമ്മളിൽ പലരും കിഡ്നി ഡാമേജും ന്യൂറോപ്പതിയെ പറ്റിയും വളരെയധികം ബോധവാന്മാരാണെങ്കിലും കണ്ണാണ് പലപ്പോഴും ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതുകൊണ്ട് OPDയിൽ വരുന്ന ആൾക്കാരോട് നമ്മുടെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. കാലില് സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറഞ്ഞാലും എല്ലാവരും ബോധാടാണ്. എന്നാൽ റെറ്റിന ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പം എനിക്ക് സിംറ്റംസ് ഇല്ല, പിന്നെ എന്തിനു ചെക്ക് ചെയ്യണം എന്നതാണ് കോമൺലി നമ്മൾ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം അതും പോരാ, വർഷത്തിൽ ഒരു തവണയെങ്കിലും റെറ്റിനോപ്പതിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ഒരു കൺ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി സ്ക്രീനിന്റെ വലതുവശത്ത് നോക്കിയാൽ കാണുന്നത് മാക്രോവാസ്കുലർ. ഷുഗർ കാരണം ഉണ്ടാകാവുന്ന ലാർജ് ബ്ലഡ് വെസൽസിന്റെ ഇൻവോൾവ്മെന്റ് ആണ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ. ഇത് നമ്മൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. സ്ട്രോക്ക് വന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ബ്രെയിനിലുള്ള ബ്ലഡ് സർക്കുലേഷൻ അഫക്റ്റ് ആയി. രണ്ടാമത്തത് കാർഡിയോവാസ്കുലർ, ഹാർട്ട് അറ്റാക്ക് വരുന്നു. മൂന്നാമതായിട്ട് കാലിലോട്ടുള്ള രക്തഓട്ടം കുറയുന്നത് കൊണ്ട് കാലിൽ വരുന്ന കളറിന്റെ ചേഞ്ച് അല്ലെങ്കിൽ ഗാൻഗ്രീൻ. അപ്പം ഈ 2 സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസും നമ്മൾ വളരെയധികം അറിയണം, മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ. മാക്രോവാസ്കുലർ ഉണ്ടോ എന്ന് നമുക്ക് സ്ക്രീൻ ചെയ്ത് നോക്കല് പലപ്പോഴും പോസിബിൾ അല്ല. കാരണം എനിക്ക് ഹാർട്ടിൽ അടപ്പുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? ഒരു ആൻജിയോഗ്രാം ചെയ്താലേ അറിയുള്ളൂ. അത് എല്ലാ സമയത്തും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിനെ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഗൈഡൻസ് അനുസരിച്ച് സ്ക്രീനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ലിസ്റ്റിൽ എഴുതിയിട്ടില്ലാത്ത എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസിന്റെ റിസ്ക്കും അൺകൺട്രോൾ ഡയബറ്റീസ് ഉള്ളവരിൽ വളരെ കൂടുതലാണ്. അത് യൂറിനറി ഇൻഫെക്ഷൻ ആവാം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം. കാരണം നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ്. ഇനി അതിന്റെ കോംപ്ലിക്കേഷൻസ് അറിയുമ്പം തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ടൈപ്പ് 1 ഡയബറ്റീസിൽ സംശയമില്ല. ടൈപ്പ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് ഇൻസുലിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു ഡയബറ്റീസ് ആണ്. അതാണ് നിങ്ങളുടെ ഡയഗ്നോസിസ് എങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻസുലിനാണ്. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള വ്യക്തികളിൽ ഇൻസുലിന്റെ കുറവുണ്ട്, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, വേണ്ടതുപോലെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല.
ഇങ്ങനെയുള്ള പലരും വന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ എൻ്റെ ഷുഗർ കുറയ്ക്കാൻ ഇൻസുലിൻ ആണോ നല്ലത് അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ മതിയോ? കാരണം പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, ഗുളികകൾ കുറേ നാൾ കഴിക്കുമ്പം എൻ്റെ കിഡ്നി പോകും, അതുകൊണ്ട് എനിക്ക് ഇൻസുലിൻ മതി. വേറെ ചിലർക്ക് ഇൻസുലിൻ ഫോബിയാണ്. 4 ഗുളിക, 5 ഗുളിക, 6 ഗുളിക കഴിച്ചിട്ടും ഷുഗറിന്റെ അളവ് കൺട്രോൾ ആകത്തില്ല. HbA1cയുടെ അളവ് 10 ആയിരിക്കും, ഷുഗറിന്റെ അളവ് 250 ആയിരിക്കും, പക്ഷെ അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻസുലിൻ ഫോബിയ, ഇൻസുലിൻ വേണ്ട. എന്തുകൊണ്ട് വേണ്ട? കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസുലിൻ വേണ്ട, കാരണം ഇനി അത് തുടങ്ങിയാൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇൻസുലിൻ വേണം. അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം, എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടി സ്കൂളിൽ പോകാനായിട്ട് ഇഷ്ടമില്ല. എന്തുകൊണ്ടാണ്? സ്കൂളിൽ LKGയിൽ പോയാൽ അത് പാസ്സായി UKG പോകണം, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകണം, കോളേജിൽ പോകണം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ഡോക്ടർ പ്രൊഫഷനാണ് എടുക്കുന്നതെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പോകാതിരിക്കുവോ? ഇല്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഇൻസുലിൻ ആവശ്യമാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പേടി കൂടാതെ നിങ്ങളുടെ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് ഇൻസുലിൻ നമ്മൾ തുടങ്ങണം. എന്ന് വെച്ച് എല്ലാവരും ഇൻസുലിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ടൈപ്പ് 2 ഡയബറ്റസിൽ ഷുഗറിന് കൺട്രോൾ ആകുന്നില്ലെങ്കിൽ, ഒരു 4 ഗുളിക കഴിച്ചു എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഇൻസുലിനെ പറ്റി ആലോചിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. 5ാമത്തെ ടാബ്ലറ്റ് വർക്ക് ചെയ്തേക്കാം, എന്നാലും നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവേണ്ട ഒരു സമയമാണ് ഷുഗർ കൺട്രോൾ ആകുന്നില്ലെങ്കിൽ. രണ്ടാമതായിട്ട്, ഇപ്പം നമ്മുടെ ലോങ് സ്റ്റാൻഡിങ് ഷുഗർ കാരണം ഓൾറെഡി കിഡ്നിയിൽ ഒരു പ്രോബ്ലം, ക്രിയാറ്റിനിൻ നോക്കി, മുമ്പ് 1 ആയിരുന്നു, ഇപ്പം അത് 1.5 ആയി, പിന്നീട് അത് 2 ആവുന്നു. അപ്പോൾ ക്രിയാറ്റിനിൻ കൂടുന്നു എന്ന് കാണുമ്പോഴും പല ഷുഗർ ഗുളികകളും നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇൻസുലിനിലോട്ട് നമ്മൾ മാറേണ്ട വന്നേക്കാം. അല്ലാതെ എല്ലാവരും ഇൻസുലിൻ എടുക്കേണ്ട ഒരാവശ്യം നമുക്കില്ല. ഇപ്പം അടുത്ത ഈ ഒരു ഫോട്ടോഗ്രാഫ് കണ്ട, ഇത് എന്നെ കഴിഞ്ഞ ദിവസം OPDയിൽ കാണാനായിട്ട് വന്ന് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആളുടെ കുഴപ്പം ഇതാണ്, ഷുഗർ വന്നു, 2-3 വർഷം കഴിഞ്ഞപ്പം തോന്നി ഇനി ഗുളിക വേണ്ട, ഇൻസുലിനാണ് നല്ലത്. അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞു ഇൻസുലിൻ എടുത്താൽ ഷുഗർ കൺട്രോൾ ആകും. എന്നാൽ ഈ വ്യക്തി ഇൻസുലിൻ എടുത്തു തുടങ്ങി, രാവിലെ 10, വൈകിട്ട് 10 യൂണിറ്റ്, അത് പിന്നീട് 20 യൂണിറ്റായി, 30ആയി, 40ആയി, 50ആയി, എന്നിട്ടും ഷുഗർ മാത്രം കുറയുന്നില്ല. അതോടെ ആൾക്ക് ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം തന്നെ പോയി. ഇൻസുലിനാണ് ഏറ്റവും നല്ല മരുന്ന്, ഇൻസുലിൻ എടുത്തിട്ട് എൻ്റെ ഷുഗർ കുറയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ ഇൻസുലിൻ എടുക്കുന്നവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെയാണ് ഇൻസുലിൻ എടുക്കുന്നത്? സ്ഥലം മാറി മാറി ഉപയോഗിക്കാറുണ്ടോ? ഒരു ഇൻസുലിൻ്റെ നീഡിൽ എത്ര ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്നു? അതെല്ലാം ചോദിച്ച് ഇൻസുലിൻ എടുക്കുന്ന സ്ഥലം ഷർട്ട് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മുടെ അംബലിക്കസിന്റെ 2 ഭാഗത്തുമായിട്ട് കറുത്ത് കിടക്കുന്ന ഈ സ്പോട്ട്. അത് വീഡിയോയിൽ ക്ലിയർ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ആരോ വെച്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതിനെ ലൈപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയും. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ലൈപ്പോ ഹൈപ്പർട്രോഫിയാണ്. നമുക്ക് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ സ്കിന്ന് തടിച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ വേറെ പല ആൾക്കാരിലും നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ മാത്രമേ അവിടെ സ്കിൻ, അതിൻ്റെ താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, നമ്മുടെ ഫാറ്റ് ടിഷ്യൂ തടിച്ച് കിടക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരേ സ്ഥലത്ത് ഇൻസുലിൻ വീണ്ടും വീണ്ടും എടുക്കുന്നതും ഒരു നീഡിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ പറയുന്നത് ഒരു നീഡിൽ ഒരു തവണയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ നമ്മളത് പൈസ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ട് 1 മാസവും 1.5 മാസവും വരെ ഒരു നീഡിൽ ഉപയോഗിച്ച് ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ എടുത്തു എന്നതുകൊണ്ട് നമ്മുടെ ഷുഗർ കൺട്രോൾ ആകണമെന്നില്ല. ലേൺ ദ റൈറ്റ് ടെക്നിക്. ഇപ്പം ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യതയോടെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടണമെന്നാണെങ്കിൽ എങ്ങനെ ഇൻസുലിൻ എടുക്കാം എന്നതിനെ പറ്റിയുള്ള ഗൈഡൻസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രീലി അവൈലബിൾ ആണ് ഇതിൻ്റെ വീഡിയോസ്, നമ്മൾ ഇൻ്റർനെറ്റൊക്കെ നോക്കിയാലും അതിനെപ്പറ്റി നമ്മൾ കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. എനിക്ക് ഇൻസുലിൻ 40 യൂണിറ്റ് 2 നേരം ഉപയോഗിക്കുന്ന ഒത്തിരി പേഷ്യൻസ് OPDയിലുണ്ട്. ചെറിയ അളവിലുള്ള ടാബ്ലറ്റുകൾ തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ ഇൻസുലിൻ റിക്വയർമെൻറ്റ് വളരെയധികം കുറയുന്നതായിട്ട് കാണും. അതുകൊണ്ട്
ഇൻസുലിൻ എടുക്കുന്നു എന്നത് ടാബ്ലറ്റ് എടുക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല, പ്രൊവൈഡഡ് നമ്മുടെ കിഡ്നി ഫങ്ഷൻസ് നോർമൽ ആണെങ്കിൽ. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കുക. ഇൻസുലിൻ ആണോ ടാബ്ലറ്റ് ആണോ നമുക്ക് നല്ലത്? ഇൻസുലിൻ ആണെങ്കിൽ അതിന്റെ ടെക്നിക്കുകൾ എങ്ങനെയാണെന്ന് കൃത്യതയോടെ അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡയറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു കാര്യം ഡയബറ്റിസ് ഉണ്ടെങ്കിൽ എന്ത് കഴിക്കാം അല്ലെങ്കിൽ എന്ത് കഴിക്കാതിരിക്കാമെന്നാണ്. നമ്മളിൽ പലരും യൂട്യൂബ് വീഡിയോസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡയറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെ ശരീരവും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലുള്ള ചേട്ടൻ ചെയ്യുന്ന ഡയറ്റ് ഞാൻ ഇന്ന് തൊട്ട് ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഷുഗർ കൺട്രോൾ ആകും എന്നതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പലരും പറയും ഓട്സ് ഷുഗറിന് നല്ലതാണ്, ഓട്സ് എടുത്തു എൻ്റെ ഷുഗർ കുറഞ്ഞു. എന്നാൽ ഒരു 5 പേഷ്യൻ്റ് കഴിയുമ്പോൾ വരുന്ന 6ാമത്തെ ആൾ എന്നോട് പറയും ഓട്സ് കഴിക്കുന്ന ദിവസമാണ് അയാളുടെ ഷുഗർ ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം? അത് തീർച്ചയായിട്ടും അവരുടെ ബോഡി ആ ഭക്ഷണ സാധനത്തിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമായിരിക്കാം. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ട് കിട്ടുന്ന യൂട്യൂബ് ഇൻഫോർമേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നതിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴി നമ്മുടെ ബോഡി ഓരോ ഭക്ഷണ സാധനത്തിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കുന്നതിലായിരിക്കാം. ഞങ്ങളുടെ ഒ പി ഡിയിൽ വരുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തികളോട് ഞങ്ങൾ ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങണമെന്ന് നിർദ്ദേശിക്കും. ഗ്ലൂക്കോമീറ്ററിൽ ചെയ്യുന്ന ബ്ലഡ് റീഡിംഗ് നമ്മുടെ ലാബിൽ കൊടുക്കുന്നതുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. എന്നാലും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. ഇന്ന് രാവിലെ ചപ്പാത്തി കഴിച്ചു, ഷുഗർ എത്രയാണ്? നാളെ രാവിലെ ദോശ കഴിച്ചു, ഷുഗർ എത്ര വന്നു? ഇനിയൊരു ദിവസം ചക്ക കഴിച്ചു, ഷുഗർ എത്ര വന്നു എന്ന് നോക്കുമ്പം ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് തന്നെ മനസ്സിലാവും ഓരോ ഭക്ഷണ സാധനത്തോടും അവരുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് രീതി നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസൈനെയാണ് ഡയബറ്റിസ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ആ പ്ലേറ്റിനെ ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒരു 25% പോർഷൻ റൈറ്റ് ലോവർ പാർട്ടിൽ കാണുന്നിടത്താണ് നമ്മുടെ ഗ്രെയിൻസ്, അതായത് സീരിയൽസ് എടുക്കേണ്ടത്. ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, ബ്രെഡ് എന്തും ആയിക്കൊള്ളട്ടെ, അതൊരിക്കലും നമ്മുടെ പ്ലേറ്റിൻ്റെ 25%-നെ എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്ലേറ്റിനെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇതിലൊരു 90% ചോറ് അല്ലെങ്കിൽ കപ്പ അല്ലെങ്കിൽ ചക്ക. അതിൻ്റെ കൂടെ കറിയായിട്ട് എന്തുണ്ടാവും? മുളക് പൊട്ടിച്ചത് ഒരു കോർണറിൽ കാണും, അല്ലെങ്കിൽ കുറച്ച് അച്ചാറ് സൈഡിൽ കാണും, കുറച്ച് തൈര്. എന്നാൽ അതാണോ നമ്മുടെ ഡയബറ്റിസിലുള്ള ഐഡിയൽ മെത്തേഡ്? തീർച്ചയായിട്ടും അല്ല. പ്ലേറ്റിൻ്റെ പകുതി ഭാഗമെങ്കിലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതാണ് ഒരു ഐഡിയൽ മെത്തേഡ്. അപ്പം ഇത് നമ്മൾ ഫോളോ ചെയ്യാൻ സാധിച്ചാൽ ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് കഴിക്കാം. എത്രയോ വ്യക്തികൾ സങ്കടത്തോടെ ഒ പി ഡിയിൽ വന്ന് പറയും, ഡോക്ടറെ ഞാൻ ചോറ് കഴിച്ചിട്ട് മാസങ്ങളായി, ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഭാര്യ എനിക്ക് ചോറ് തരത്തേയില്ല. കാരണം ചോറ് കഴിച്ചാൽ ഷുഗർ കൂടുമെന്നാണ് അവൾ യൂട്യൂബ് കണ്ട് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ചോറ് കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. അതുകൊണ്ട് ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നാളെ തൊട്ട് പോയി ചോറ് കഴിച്ച് കുടുംബസമാധാനം കളയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, നിങ്ങളുടെ പ്ലേറ്റിൻ്റെ 25% നിങ്ങൾ ചോറ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോറ് നിങ്ങൾക്ക് കഴിക്കാം. എന്നാൽ ബാക്കി ഭാഗം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, ഇത് വെച്ച് നമ്മൾ ചെയ്യണം. പ്രോട്ടീൻ എന്നതിനെ പറ്റി പറയുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യം അത് എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്ന രീതിയാണ്. പ്രോട്ടീൻ നമുക്ക് നല്ലതുപോലെ ചിക്കൻ എണ്ണയിലിട്ട് വറുത്ത് ഫ്രൈ ആയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം. എപ്പോഴും സ്റ്റീമിൽ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് ഉള്ള പ്രിപ്പറേഷനിൽ എണ്ണയുടെ അളവ് കുറവായതുകൊണ്ട് ദാറ്റ് വുഡ് ബി ആൻ ഐഡിയൽ വേ ഓഫ് ടേക്കിംഗ് പ്രോട്ടീൻ. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വരുമ്പോഴും ഉള്ള വലിയൊരു ഡൗട്ടാണ് ഏതൊക്കെ ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാവോ, കിഴങ്ങ് ഐറ്റംസ് നല്ലതാണോ? യൂട്യൂബിൽ ഒരാൾ പറഞ്ഞു നമ്മുടെ മധുരക്കിഴങ്ങ് കഴിച്ചാൽ നല്ലതാണ്. ഇപ്പം ഏറ്റവും ആൾക്കാർ
ഫോണ്ട് ആയിട്ടുള്ള ഒരു കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. ഇപ്പം മധുരക്കിഴങ്ങ് നല്ലതാണോ എന്നാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ഇതുവരെ മധുരക്കിഴങ്ങ് വാങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ യൂട്യൂബ് കണ്ടതിന് ശേഷമുള്ള എല്ലാ ഷുഗർ ആൾക്കാരുടെ വീട്ടിലും മധുരക്കിഴങ്ങ് വാങ്ങാനുള്ള ഒരു ഏർജ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കിഴങ്ങ് നമ്മൾ ഒത്തിരി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം അല്ല. എന്നാൽ ബാക്കിയുള്ള പല കിഴങ്ങ് ഐറ്റംസ് വെച്ച് നോക്കുമ്പം മധുരക്കിഴങ്ങിൽ ഫൈബർ കണ്ടന്റ് കുറച്ചും കൂടെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും നല്ലതായിരിക്കാം മധുരക്കിഴങ്ങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രീൻ കളർ വെജിറ്റബിൾസ്. കാരണം എല്ലാ ഗ്രീൻ കളർ വെജിറ്റബിൾസിലും ആവശ്യത്തിനുള്ള ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ വയറ് നിറയാനും അത് ഒത്തിരി ഉപയോഗപ്പെടും. അടുത്തതായിട്ടുള്ള ചോദ്യമാണ് ഫ്രൂട്ട്സ്. ഏത് ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാം? ആപ്പിൾ കഴിക്കാവോ? ഓറഞ്ച് കഴിക്കാവോ? മുന്തിരി കഴിക്കാവോ? മാങ്ങ കഴിക്കാവോ? അല്ലെങ്കിൽ ഷുഗറിന്റെ അളവ് കഴിഞ്ഞ തവണ 130 ഇത്തവണ അത് 200 ആകുമ്പോൾ അവർ പറയും അത് ഇത്തവണ മാങ്ങയുടെ സീസൺ ആയിരുന്നു ഡോക്ടറെ, അതുകൊണ്ട് മാങ്ങ പൊഴിഞ്ഞു പോയി പോണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ മാങ്ങ കഴിച്ചു. അല്ലെങ്കിൽ ഇത്തവണ ഒത്തിരി വാഴ കുലച്ചു, ഇനി അവിടെ ആരുമില്ല, മക്കളെല്ലാവരും പുറത്തായതുകൊണ്ട് ആ പഴം മുഴുവനും ഞാനും അവളും കൂടെ കഴിച്ചു. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഹിസ്റ്ററി. ഇപ്പം പഴങ്ങളിൽ തന്നെ 2 ടൈപ്പ് പഴങ്ങളുണ്ട്. ചിലതിൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. അതായത് അത് ടൈപ്പ് പഴങ്ങൾ കഴിച്ചാൽ വളരെ പെട്ടെന്ന് നമ്മുടെ ഷുഗറിന്റെ അളവ് കൂടും. അതിലൊരു ഉദാഹരണമാണ് മാങ്ങ, അതുപോലെ നല്ല പഴുത്ത വാഴപ്പഴം. ഇതിനകത്തെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. എന്നാൽ ബാക്കിയുള്ള പല പഴങ്ങളും, പേരയ്ക്ക, അതുപോലെ ആപ്പിൾ, മുഴുവൻ ആപ്പിൾ അല്ല, യൂഷ്വലി ഒരു ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തിയിൽ ഒരു പകുതി ആപ്പിൾ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഈ പിന്നെ ഓറഞ്ച്, ഇതുപോലത്തെ പഴങ്ങൾ യൂഷ്വലി ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് വിഭാഗത്തിൽ പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് എടുത്ത് ഏതാണ് ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ്, ഏതാണ് ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. പിന്നെ ചിലർ ഫോളോ ചെയ്യുന്ന ഒന്നാണ് മില്ലറ്റ്സ്. മില്ലറ്റ് കൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. മില്ലറ്റ്സ് സർട്ടൻലി നല്ലതാണ്. ബാക്കിയുള്ള പല സീരിയൽസിനേക്കാളും മില്ലറ്റ്സ് ഉപയോഗിച്ചുള്ള ഫുഡ് ഷുഗറിനെ കുറയ്ക്കും. എന്നാൽ അഗെയിൻ ക്വസ്റ്റ്യൻ വുഡ് ബി, എത്ര നാള് മില്ലറ്റ് മാത്രം കഴിച്ച് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റും? കാരണം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വയറ് നിറയാനുള്ള ഒരു ഉപാധി മാത്രമല്ല, അതൊരു ഹാപ്പിനെസ് ആണ്. ഇടയ്ക്കൊരു ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഒത്തിരി ഉന്മേഷം തരും, സന്തോഷം തരും. തീന്മേശയിൽ എത്തുമ്പോൾ അതൊരു പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെസ് ആണ്, അല്ലാതെ അത് നമുക്ക് വേണ്ടതുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് സസ്റ്റൈനബിലിറ്റി. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോഴും പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ടെന്നാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് ചില സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓടുകയോ ചാടുകയോ ചെയ്യേണ്ടതില്ല. നമ്മൾ കിടക്കുക, നമ്മുടെ മസിൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പം അത് കിടന്ന് നമ്മുടെ കാല് പൊക്കുന്നത് കൊണ്ടാവാം, ഇരുന്ന് നമ്മുടെ കാല് നീട്ടി ഒരു 10 സെക്കൻഡ് വെക്കുന്നത് കൊണ്ടാവാം. അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് സ്ട്രെങ്തനിങ് എക്സസൈസസും വളരെ യൂസ്ഫുൾ ആണ്. അപ്പം അഗെയിൻ ഗൂഗിൾ എടുക്കുക, എന്താണ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് സെർച്ച് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാണും. എല്ലാവർക്കും ഇതിൽ കാണുന്ന എല്ലാ സ്ട്രെങ്തനിങ്ങും ചെയ്യാൻ പറ്റണമെന്നില്ല, എന്നാൽ പറ്റുന്നതിനെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന എക്സസൈസിന് എയറോബിക് എക്സസൈസ് എന്ന് പറയും. എയറോബിക് എക്സസൈസിന് എക്സാമ്പിൾ ആണ് നടക്കുന്നത്, സൈക്ലിംഗ് ചെയ്യുന്നത്, ജോഗിങ്, സ്വിമ്മിങ്, അങ്ങനത്തെ എക്സസൈസ്. അപ്പം അതും എത്ര നേരം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് എങ്കിലും ചെയ്യണം. ഒരു സ്ട്രെച്ചിൽ ചെയ്യണോ? പലരും പറയും രാവിലെ സമയമില്ല, വൈകിട്ട് സമയമില്ല. അപ്പം ഒരു സ്ട്രെച്ചിൽ ചെയ്യണമെന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ദിവസം 30 മിനിറ്റ് എങ്കിലും, അത് രാവിലെ 10, ഉച്ചയ്ക്ക് 10, വൈകിട്ട് 10 മിനിറ്റ് ആയിട്ടാവാം, എക്സസൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എയറോബിക് എക്സസൈസസ് ആർ എ മസ്റ്റ്. അത് ചെയ്യാതെ നമ്മുടെ ഷുഗർ കുറയാം എന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും അത് പോസിബിൾ അല്ല. കാരണം നമ്മൾ ആദ്യം കണ്ടു മസിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഗ്ലൂക്കോസ് കൺട്രോളിന്. ആൻഡ് അതിൻ്റെ ഒരു മേജർ റോൾ ഇസ് ബിക്കോസ് ഓഫ് എയറോബിക് എക്സസൈസ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷുഗർ കുറയാനായിട്ട് എന്നാൽ സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രം മതിയോ? പോരാ. എയറോബിക് എക്സസൈസസ് വേണം. അതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് സ്ട്രെങ്തനിങ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസസ്.
പിന്നീട് ഏറ്റവും കോമൺ ആയിട്ട് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാതെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആകത്തില്ല. ഡയബറ്റിസിനെ റിവേഴ്സ് ചെയ്യാമോ? ഏറ്റവും കൂടുതൽ യൂട്യൂബിലൊക്കെ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് ഡയബറ്റിസിനെ റിവേഴ്സ് ചെയ്യാം എന്നുള്ള പ്രോമിസ്. അതുകൊണ്ട് അതിനൊരു സയന്റിഫിക് ബേസിസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഈ സ്ലൈഡ് കണ്ടാൽ ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇവിടെ നമ്മുടെ ഏറ്റവും അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 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 സ്റ്റഡിയാണ് ഞാൻ കാണിക്കുന്നത്. ഈ സ്റ്റഡിയുടെ പേര് ഡയറക്റ്റ് ട്രയൽ എന്നായിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ 20 മുതൽ 65 വയസ്സ് വരെയുള്ള ഷുഗർ ഡയഗ്നോസ് ചെയ്ത ആൾക്കാർ. ഇവരാരും 25-30 വർഷം ഷുഗർ ഉള്ളവരല്ല, 6 വർഷത്തിൽ താഴെ ഷുഗർ കണ്ടുപിടിക്കപ്പെട്ട വ്യക്തികൾ. അവരെ എന്ത് ചെയ്തു? ഒരു വർഷത്തേക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ചെയ്തു. ആദ്യത്തെ ഒരു 20 ആഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 4-5 മാസത്തോളം വളരെ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ കഴിക്കുന്നതിന്റെ 1/3 ഭക്ഷണം മാത്രം അവർക്ക് കൊടുത്തു. പിന്നീട് ഒരു 8 ആഴ്ച അതിൽ ഫോളോ അപ്പ് ചെയ്തു. എന്നിട്ട് ആ വെയിറ്റ് അവരെയും കൊണ്ട് കുറയ്ക്കാനുള്ള വെയിറ്റ് മെയിൻറ്റെനൻസ് ഹെൽപ്പ് അടുത്ത ഒരു വർഷത്തേക്ക് കൊടുത്തു. അപ്പം 6 വർഷത്തെ താഴെ ഷുഗർ ഉള്ള വ്യക്തികളിലാണ് ഇത് ചെയ്തത്. എന്നിട്ട് അവരെന്ത് നോക്കി? ഡയബറ്റിസ് ഇല്ലാതായോ? അതിനെയാണ് ഡയബറ്റിസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ റിവേഴ്സൽ എന്ന് പറയുന്നത് HbA1cയുടെ അളവ് 6.5ന്റെ താഴോട്ട് വന്നു വിത്തൗട്ട് റിക്വയറിങ് മെഡിക്കേഷൻ. അങ്ങനെ ചെയ്തപ്പം അവർക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു വണ്ടി റിപ്പോർട്ടാണ്. കഴുകണോ? സ്ക്രീനിന്റെ വേറെ റൈറ്റ് വണ്ടി സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ, ഇതിനെ കാണാം കൊണ്ട് 46% ആൾക്കാരിൽ ഓസിന് വണ്ടി എന്ത് കാണുന്നില്ല ഇവിടെ. ഒരു വർഷം കൊണ്ട് അവരുടെ ഡയബറ്റിസ് റിവേഴ്സായി. ആ അതായത് 46% ആൾക്കാർ, ഈ റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീനിലാണ് നോക്കേണ്ടത്, 46% ആൾക്കാരിൽ ഒരു വർഷം കൊണ്ട് അവരുടെ ഡയബറ്റിക് മെഡിക്കേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റി. സർട്ടൻലി ഇത് നോക്കുമ്പോൾ വളരെ പ്രോമിസിംഗ് ആണ്. മരുന്നില്ലാതെ ഡയബറ്റിസ് കൺട്രോൾ ആവുന്നു. എന്നാൽ അടുത്ത സ്ലൈഡിലോട്ട് നോക്കിയാൽ ഇവിടെ നോക്കുന്നത് എത്ര വെയിറ്റ് ഈ ഓരോ വ്യക്തികളിലും ലൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ഇല്ല, ചില വ്യക്തികളിൽ അത് 5 കിലോയാണ്. അടുത്ത ബാർഗ്രാഫിൽ കാണിക്കുന്നത് 5 തൊട്ട് 10 കിലോഗ്രാം, പിന്നീട് 10 to 15 ആൻഡ് മോർ ദാൻ 15. അപ്പം 15 കിലോ എങ്കിലും വെയിറ്റ് കുറഞ്ഞ ആൾക്കാരിൽ 86% പേരിലും അവർക്ക് മെഡിസിൻ ഇല്ലാതെ ഡയബറ്റിസ് കൺട്രോളായി. എന്നാൽ അവരുടെ വെയിറ്റ് കുറഞ്ഞത് 3 കിലോയോ 4 കിലോയോ ആണെങ്കിൽ 7% പേരുടെ മാത്രം ഡയബറ്റിസ് ആണ് റിവേഴ്സ് ആയത്. അപ്പൊ ഈ സ്റ്റഡി എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഡയബറ്റിസ് മരുന്നില്ലാതെ കൺട്രോൾ ആകാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡഡ് നമ്മുടെ ഡയബറ്റിസിന്റെ ഡ്യൂറേഷൻ ഒരു 6 വർഷത്തിൽ താഴെയാണ്. ആൻഡ് ഇന്റൻസ് ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ. എങ്ങനെയാണ് വെയിറ്റ് ലൂസ് ചെയ്തത്? നമ്മുടെ ഭക്ഷണം കുറയ്ക്കുന്നതിലൂടെയും ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെയും വെയിറ്റ് കുറഞ്ഞാൽ നമ്മുടെ ഡയബറ്റിസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഇത് വളരെ മോട്ടിവേഷൻ ആയിരുന്നു ഒത്തിരി ആൾക്കാർക്ക്. കാരണം ഡയബറ്റിസ് മരുന്നില്ലാതെ കൺട്രോൾ ആകുന്നു എന്നുള്ള ഒരു ഔട്ട്ലുക്ക്. പക്ഷെ അഗെയിൻ ദ ക്വസ്റ്റ്യൻ വാസ്, അത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണോ? ഇത്തവണ ഞാൻ വെയിറ്റ് കുറച്ചു, എനിക്ക് ഡയബറ്റിസ് മരുന്നില്ലാതെ കൺട്രോളായി, HbA1c ഇപ്പം 6% വന്നു, എന്നാൽ അതിനെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പം ആദ്യം പറഞ്ഞ സ്റ്റഡിയുടെ ഫോളോ അപ്പ് ആണിത്. 5 വർഷം വരെ അവരെ ഫോളോ ചെയ്തപ്പം ഈ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ, 15 കിലോ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഗ്രാജുവലി എന്ത് പറ്റി? പതുക്കെ 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 അവർക്ക് വെയിറ്റ് കൂടാൻ തുടങ്ങി. അപ്പൊ അതായത് ഒരു 4 തൊട്ട് 5 വർഷം വരെ നോക്കുമ്പം അവരുടെ എല്ലാം വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം ആയി. ഇതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ഡയറ്റോ ലൈഫ് സ്റ്റൈലോ 1 വർഷം 2 വർഷം 3 വർഷത്തിനപ്പുറം മെയിൻറ്റെയിൻ ചെയ്യുന്നത് പലപ്പോഴും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവരിൽ എത്ര പേർക്ക് ഷുഗർ നോർമലായി എന്ന് നോക്കിയാൽ, ഒരു വർഷത്തിൽ നമ്മൾ പറഞ്ഞു ഏകദേശം 46% പേര് മരുന്നില്ലാതെ കൺട്രോളായി. 3 വർഷം ആയപ്പോഴത്തേക്ക് അത് കുറയാൻ തുടങ്ങി. 5 വർഷമായപ്പം 20% താഴെ ആൾക്കാർക്ക് മാത്രമേ മരുന്നില്ലാതെ ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. വിച്ച് മീൻസ് ഡയബറ്റിസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യുന്നത് പോസിബിൾ ആകാം. അതിന്റെ കീ ഡിറ്റർമിനന്റ് എന്താണ്? നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോ എങ്കിലും വെയിറ്റ് കുറഞ്ഞാൽ ഡയബറ്റിസ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
എന്നാൽ ഓൾറെഡി വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളിലാണെങ്കിലോ അവർക്ക് ഈ വെയിറ്റ് ലോസ് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ വി ആർ ടോക്കിംഗ് അബൌട്ട് കുറച്ച് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തി. ഇപ്പം യൂട്യൂബിൽ കണ്ടു വെയിറ്റ് കുറഞ്ഞു, ഷുഗർ നോർമലായി. എന്നാൽ അവർ 5 വർഷത്തിന് ശേഷം എന്ത് നടന്നു എന്നുള്ളത് ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് പറഞ്ഞത്, റിവേഴ്സ് ചെയ്യാം, എന്നാൽ ഡയബറ്റിസ് റിവേഴ്സൽ മെ നോട്ട് ബി ഡ്യൂറബിൾ. അതുകൊണ്ട് നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടില്ലാത്ത ഒരു തെറാപ്പിയുടെ പുറകെയോ നാട്ടുമരുന്നുകളുടെയോ പുറകെയോ പോകാതെ ഇറ്റ് ഇസ് ടൈം ടു ഷിഫ്റ്റ് യുവർ ഫോക്കസ്. കാരണം യു ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ് ബൈ ഷിഫ്റ്റിംഗ് യുവർ ഫോക്കസ്. ഏതിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഡയബറ്റിസിന് റിവേഴ്സ് ചെയ്യുന്നതിലോട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ എല്ലാ എനർജിയും കളയണമെന്നില്ല. ഡയബറ്റിസ് റിവേഴ്സ് ചെയ്താൽ യെസ്, വെൽ ആൻഡ് ഗുഡ്. എന്നാൽ അത് പറ്റിയില്ല, നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. മേക്ക് ഷുവർ ദാറ്റ് റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മുടെ ഷുഗറിന്റെ അളവ് മോണിറ്റർ ചെയ്യുക, ലിപ്പിഡ് പ്രൊഫൈൽ മോണിറ്റർ ചെയ്യുക. ഞാൻ ഡിസ്കസ് ചെയ്തതുപോലെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ കണ്ണ് നോക്കുക, യൂറിൻ എക്സാമിൻ ചെയ്യുക, അതുപോലെ ന്യൂറോപ്പത്തി ഉണ്ടോ എന്ന് അസസ് ചെയ്യുക. സോ ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഫ്രം ഡയബറ്റിക് റിവേഴ്സൽ ടു പ്രിവെന്റിങ് ദ കോംപ്ലിക്കേഷൻ. അപ്പം നമ്മുടെ ഷുഗർ നല്ലതുപോലെ കൺട്രോൾ ആണെങ്കിൽ ഡയബറ്റിസ് റിവേഴ്സ് ആയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആർ എ മസ്റ്റ്. ഇതാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ സ്ലൈഡ്. സോ ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഫ്രം ഡയബറ്റിക് ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളരെയധികം അപ്സെറ്റ് ആണ്. ഡയബറ്റിസ് വന്നു, എൻ്റെ ജീവിതം തീർന്നു. ഇതാണ് കോമൺലി നമ്മൾ കാണുന്ന ഒരിത്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഷുഗർ ഉണ്ട്, എനിക്ക് ഷുഗർ വന്നു, എൻ്റെ ഫാദറിന് കിഡ്നി പ്രോബ്ലം വന്നു, അപ്പം അതുകൊണ്ട് എനിക്കും കിഡ്നി പോകാനായിട്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞുള്ള ഡയബറ്റിക് ഡിസ്ട്രെസ്. എന്നാൽ ഇവിടുന്ന് നമ്മുടെ ഫോക്കസ് ഏതിലോട്ട് മാറണം? ഫ്രം ഡിസ്ട്രെസ് ടു ഡീസ്ട്രെസ്. അതായത് റിലാക്സ് ചെയ്യുക, സ്ലോ ഡൗൺ, ബ്രീത്ത്, ടേക്ക് ഇറ്റ് ഈസി, എൻജോയ് യുവർ ലൈഫ്, സ്മൈൽ ആൻഡ് തിങ്ക് ദാറ്റ് ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ അവസാനമല്ല. വിത്ത് കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ്, ടൈംലി ഫോളോ അപ്പ്, കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം ചെയ്താൽ ഡയബറ്റിസ് എന്നുള്ളത് ഡിസ്ട്രെസ്സിൻ്റെ ഒരു കാര്യമല്ല. ഇൻസ്റ്റെഡ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഡീസ്ട്രെസ് യുവർ സെൽഫ്. ഇപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എല്ലാ ഇതും കഴിഞ്ഞ ഒരു 30-45 മിനിറ്റ്സിൽ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റി കാണണമെന്നില്ല. ഏതെങ്കിലും ഏരിയാസ് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിൽ ആൻസർ ചെയ്യാം. നമ്മുടെ മാസ്ലീവ മെഡിസിറ്റിയിൽ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് വി ഹാവ് ദി ഓപ്ഷൻ ഫോർ ടെലി കൺസൾട്ടേഷൻ. അത് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. UK അതുപോലെ ഗൾഫ് കൺട്രീസിൽ നിന്ന് നമ്മളെ വിളിച്ച് ടെലി കൺസൾട്ടേഷനിലൂടെ അവരുടെ ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്യുന്ന ഒത്തിരി വ്യക്തികൾ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നമ്മുടെ എല്ലാ അഡ്വൈസും ഒരുപക്ഷെ അവിടെ ഫോളോ ചെയ്യാനായിട്ട് പറ്റണമെന്നോ എല്ലാ മെഡിക്കേഷൻസ് അവിടെ അവൈലബിൾ ആകാനോ പറ്റണമെന്നില്ല. എന്നാലും നിങ്ങൾക്ക് അൺആൻസേർഡ് ആയിട്ടുള്ള ഡയബറ്റിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് യു ആർ അൺഎബിൾ ടു ട്രാവൽ ടു ഇന്ത്യ, ഞങ്ങളുടെ ടെലി കൺസൾട്ടേഷൻ ഫെസിലിറ്റിയെ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജോൺസ്. നമ്മുടെയൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്ന വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു ടോക്കായിരുന്നു ഡോക്ടറെ. കാരണം നമ്മുടെ ഈ ടോക്ക് കേൾക്കുന്നവരിൽ എനിക്ക് തോന്നുന്ന നല്ല ശതമാനം ആൾക്കാരും ഈ ഡയബറ്റീസിന്റെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കുമേ. അപ്പൊ അവർക്ക് ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഇൻഫർമേഷൻ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിന് കോൺട്രഡിക്ടറി ആയിരിക്കും മറ്റൊരു ഇൻഫർമേഷൻ. പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്ലിയർ ഇൻഫർമേഷൻ ഫ്രം എ റെസ്പോൺസിബിൾ പേഴ്സൺ ലൈക്ക് യു. ഒത്തിരി വാല്യുബിൾ ആണ്, ഒത്തിരി ഡീറ്റെയിൽഡ് ആണ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇതൊരു നല്ല സെഷനാണ്. നിങ്ങൾ ഈ പങ്കെടുക്കുന്ന ആർക്ക് വേണമെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് സംബന്ധിച്ച സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം ഫോർ യു ടു റേസ് സം ക്വസ്റ്റ്യൻസ്, some clarifications, requirements. So open to all. കേൾക്കാവല്ലോ അല്ലേ എല്ലാവർക്കും? ഈ സെഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറഞ്ഞോളൂ.
ഒരു സംശയമുണ്ട് ഡോക്ടർ. നമ്മൾ ഈ ഡയബറ്റിക്സ് കുറെ ആയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഇങ്ങനെ സ്കിന്നിന് സ്ക്രാച്ചസ് ഉണ്ടാവുകയും കൂടുതൽ ഡ്രൈ ഒക്കെ ആവുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും ചൊറിച്ചിലും ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഡയബറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൈഡ് ഇഫക്റ്റ് ആണോ എന്നറിയാനായിരുന്നു. അതെ അതെ, നമ്മുടെ ഡയബറ്റിസിൽ ഞാൻ പറഞ്ഞു ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉണ്ടാവാന്ന്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് ന്യൂറോപ്പത്തി എന്ന് പറയുമ്പം മനസ്സിലാക്കുന്ന ഒരു സിംറ്റം കാലില് മരപ്പും അങ്ങനത്തെ അൺകംഫർട്ടബിൾ സെൻസേഷൻ ആണ്. എന്നാൽ ഡയബറ്റിക് ന്യൂറോപ്പത്തിയുടെ വേറൊരു കോമ്പണന്റ് ആണ് ഓട്ടോണോമിക് ന്യൂറോപ്പത്തി. ഓട്ടോണോമിക് ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സിംറ്റം ആണ് നമ്മുടെ സ്കിന്നിന്റെ സ്വെറ്റിംഗ് കപ്പാസിറ്റി. ആ സ്വെറ്റിംഗ് കുറയും. അപ്പം സ്വെറ്റ് ഇല്ലാതാകുമ്പം അതിന്റെ കാരണം അഗെയിൻ കാലിലോട്ട് പോകുന്ന ഈ ചെറിയ നെർവ്സിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അങ്ങനെ സ്വെറ്റിംഗ് ഇല്ലാതെ വരുമ്പം കാല് ഡ്രൈ ആകും. ഡ്രൈ ആയി കഴിയുമ്പം ചിലർക്ക് അത് ചൊറിച്ചിലായിട്ടോ ബാക്കി ചില ആൾക്കാർക്ക് കാലിന്റെ പുറകെ വെണ്ട് കീറുന്നതായിട്ട് ഫിഷേഴ്സ് ആയിട്ടോ വരാം. അതുകൊണ്ട് ഓട്ടോണോമിക് ന്യൂറോപ്പത്തി വളരെ കോമൺ ആണ്. ഇപ്പം ഡയബറ്റിസ് അതിന്റെ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എറ്റിയോളജി ആണ്. അങ്ങനെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിലും അത് യൂഷ്വലി റിവേഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള പല കോംപ്ലിക്കേഷൻസും പോലെ ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ആർ ഫോക്കസ് ഇസ് ഓൺ മാനേജിങ് ദ കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുന്നതും കാലിൽ വേറെ മുറിവുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതും ഫുഡ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നഖം നീട്ടി വളർത്താതിരിക്കുക. കാരണം നീണ്ട നഖം പലരിലും അത് സ്ക്രാച്ചിങ്ങിന് ശേഷം മുറിയാനും സെല്ലുലൈറ്റിസിലോട്ട് കാലിലുള്ള ഇൻഫെക്ഷനിലോട്ട് വരാനും സാധ്യതയുള്ളതായിട്ട് നമ്മൾ കാണാറുള്ളത് കൊണ്ട് അത് ഡയബറ്റിസിന്റെ ഉള്ള വ്യക്തികളിൽ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. ചൊറിയുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രേസ് ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് വേണേ പറയാന്. ഗുഡ് ഈവനിങ് ഡോക്ടർ. എൻ്റെ പേര് good evening. രജിത്ത് എന്നാണ്. ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ്. ഞാനൊരു സിവിയർ ഡയബറ്റിക് പേഷ്യൻ്റ് കൂടെയാണ്. ഡോക്ടറുടെ ക്ലാസ് മുഴുവൻ കേൾക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട്. നമ്മളിപ്പം പലരും അല്ലെങ്കിൽ ഇന്ന് മൊത്തം നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളാണ്. ഞാനിങ്ങനെ പല സ്റ്റഡീസ് എന്നുള്ള പേരിൽ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ എന്ന് പറയുന്നത് 120 ആണ്. പിന്നീട് അത് കേൾക്കാം അത് 140 ആക്കിയിട്ടുണ്ട്. ചില ഈ മെഡിക്കൽ കമ്പനികളുടെ ഇതനുസരിച്ച് നേരത്തെ ഇങ്ങനെ ആക്കിയതാണ്. ഇത്രയധികം ഡയബറ്റിക്സ് കൂടാനുള്ള കാരണങ്ങൾ തന്നെ ഇത്തരം മെഡിക്കൽ കമ്പനികളുടെ തെറ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കലൊക്കെ ആണെന്നുള്ള ഒരു ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ പറയാനുണ്ടോ? ഏതാണ് ശരി? അത് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്. എന്തുകൊണ്ടാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഡയബറ്റിസിന്റെ കട്ട് ഓഫ് മാറിയതെന്നുള്ളത്. അപ്പം അതിന് ആക്ച്വലി പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം, ആദ്യമൊക്കെ ഇപ്പം ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിരുന്ന ഏജ് ഇറ്റ് ഇസ് അബവ് 50 അല്ലെങ്കിൽ 60 അങ്ങനത്തെ ഒരു ഏജിലായിരുന്നു നമ്മൾ ഡയബറ്റിസ് കാണുന്നത്. അപ്പം അവരെ നമ്മൾ പ്രോഗ്രസീവ്ലി ഫോളോ ചെയ്യുമ്പം അവരിൽ എത്ര പേര് നമ്മൾ പറഞ്ഞ ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിരുന്നു ടു ഡിഫൈൻ വാട്ട് ഇസ് മെന്റ് ബൈ നോർമൽ. അപ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഡയബറ്റിസ് കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാരിൽ അത് കാണാനായിട്ട് തുടങ്ങിയപ്പം അവരുടെ ഷുഗർ ട്രഡീഷണലി നമ്മൾ വിചാരിച്ച ഒരു ദ സോ കോൾഡ് നോർമൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്താലും അവരിൽ പലരും ഈ പറഞ്ഞ റെറ്റിനോപ്പത്തി, ന്യൂറോപ്പത്തി, നെഫ്രോപ്പത്തി ഒക്കെ ഡെവലപ്പ് ആകുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ഡയബറ്റിസിന്റെ കട്ട് ഓഫിനെ താഴോട്ട് മാറ്റാനുള്ള ഒരു കാരണം. കാരണം നമ്മുടെ എപ്പോഴും എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റിസിലെ എത്ര പേര് അവരുടെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സ്റ്റഡീസ് നോക്കുമ്പോൾ പണ്ടൊരു 1990s ഡേറ്റയും പിന്നീട് അങ്ങോട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും, അതായത് ഒരു 15 ഇയേഴ്സ് ഈ ഡയബറ്റിസ് ഉള്ള വ്യക്തികളെ ഫോളോ അപ്പ് ചെയ്യുമ്പം ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 റിയലൈസ് ചെയ്തൊരു കാര്യമാണ് അവരുടെ ഇനീഷ്യൽ ഷുഗർ കൺട്രോൾ ആക്ച്വലി ഡിറ്റർമിൻഡ് അവരുടെ ലോങ് ടേം റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ. അത് ഒരു മേജർ ഫാക്ടർ ആയിരുന്നു. കാരണം എന്താണ് നമ്മുടെ ടാർഗറ്റ് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത ലാൻഡ്മാർക്ക് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് ടൈപ്പ് 1ലും അതുപോലെ ടൈപ്പ് 2ലും. ഒന്നിനെ
UKPDS എന്ന് പറയും. അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. UKPDS എന്നും മറ്റേതിനെ DCCT എന്ന് പറയും, ഡയബറ്റിസ് കൺട്രോൾ ആൻഡ് കോംപ്ലിക്കേഷൻ ട്രയൽ. അപ്പം ബേസിക്കലി ഈ ഡേറ്റ എല്ലാം നമുക്ക് കിട്ടിയത് കഴിഞ്ഞ ഒരു 15 to 20 ഇയേഴ്സിലാണ്. ആ പെർസ്പെക്റ്റീവിൽ ലോവർ ഷുഗർ കൺട്രോൾ ഉള്ളവരിൽ കോംപ്ലിക്കേഷന്റെ പ്രോബബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സയന്റിഫിക് ബേസിസ്. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഗ്ലൂക്കോസ് ഡിറ്റക്ഷൻ ടെക്നിക്കുകളും പഴയ വർഷങ്ങളെക്കാളും മാറി. ഇപ്പം നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഒരു 30-40 ഇയേഴ്സ് മുമ്പ് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിറ്റക്ഷൻ ടെക്നിക്കുകളും ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം അതിനകത്ത് ഷുഗർ മാത്രമല്ലാതെ, അതായത് ഗ്ലൂക്കോസ് അല്ലാതെ ബാക്കിയുള്ള പല ഏജൻസും അതിനകത്ത് ഡിറ്റക്ട് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഷുഗർ എല്ലാം കൂടി ഡിറ്റക്ട് ചെയ്യുമ്പോൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ട് ഓഫിനേക്കാളും ഇപ്പം നമ്മൾ പ്യുവർലി ഗ്ലൂക്കോസ് ഉപയോഗിക്കുമ്പോൾ, അതായത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കട്ട് ഓഫ് മാറി. ഇതും ഡയബറ്റീസിൽ, പ്രത്യേകിച്ച് പ്രഗ്നൻസി ഡയബറ്റീസിലൊക്കെയുള്ള നമ്മുടെ അവൈലബിൾ ഡേറ്റ നോക്കിയാൽ ചേഞ്ച് ഇൻ ദ ഡിറ്റക്ഷൻ മെത്തേഡ്, അതും ഒരു കോട്ടഡ് ആയിട്ടുള്ള റീസൺ ആണ് വൈ ദ ത്രഷോൾഡ് ഹാവ് കം ഡൗൺ. ഇതാണ് ഫ്രം എ സയന്റിഫിക് പെർസ്പെക്റ്റീവ്. പക്ഷേ അഗെയിൻ വെദർ ഫാർമ കമ്പനീസിന് അതിനകത്തൊരു റോൾ ഉണ്ട് എന്നൊരാൾ ആർഗ്യൂ ചെയ്താൽ അതിനെ നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യുന്നത് പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ദ ലാർജർ വി മേക്ക് ദ ഗ്ലോബൽ മാർക്കറ്റ്. അത്രയും ആൾക്കാർക്ക് നമുക്ക് ടാബ്ലറ്റിനെ കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ആ ഒരു ബ്രോഡർ മാർക്കറ്റാണ് പലരും വേണം എന്ന് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ അതിനോട് അഗ്രി ചെയ്യുന്നില്ല. കാരണം ഡയബറ്റിസ് ഉള്ള വ്യക്തികളിലെ കോംപ്ലിക്കേഷൻസ് ആണ് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ബേസിസ്. താങ്ക് യു ഡോക്ടർ. എനിക്കൊരു സംശയം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു, സമയം അനുവദിക്കുന്നെങ്കിൽ. ചോദിച്ചോളൂ. ക്യാനേ, അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പരിധി വരെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ നോക്കുക എന്നുള്ളത്. എന്നാൽ ഈ HbA1c അതിന്റെ 5.5, 5.7 അല്ലെങ്കിൽ അത് 10 എന്നൊക്കെ പറയുന്നെങ്കിലും ഇതെന്താണെന്നുള്ള വ്യക്തമായ ധാരണ പലർക്കും ഇല്ല, എനിക്കും ഇല്ല. അതിനെക്കുറിച്ച് HbA1c എന്താണെന്ന് കൂടെ ഒന്ന് ഡോക്ടർക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? ഓക്കെ, സോ HbA1c എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ്പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിനെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ചീറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റാണ്. ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പം പറഞ്ഞു, ഒരാൾ 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ട ഒരു സാമ്പിളിനെ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് ചെന്ന് ബ്ലഡ് സാമ്പിൾ കൊടുത്താൽ FBSന്റെ ലെവൽ ഫോൾസ്ലി കുറവായിട്ട് കാണും ആ വ്യക്തിയിൽ. അത് ഡസൻ മീൻ ദാറ്റ് അയാൾ എല്ലാ ദിവസവും അയാളുടെ ഷുഗർ അത്രയും കുറവാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം PPBSന്റെ അളവ് ലാബിൽ കൊടുക്കുമ്പം അന്ന് പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കൊടുക്കുന്ന ഒരാളുടെ പോസ്റ്റ് പ്രാൻഡിയൽ വാല്യൂ ചിലപ്പോൾ 140 ആയിരിക്കാം. എന്നാൽ എല്ലാ ദിവസവും ആ ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുന്ന ദിവസം ഷുഗറിന്റെ അളവ് കൂടും. അതുകൊണ്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകളാണ് FBSും PPBSും. എന്നാൽ HbA1c എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, നമ്മുടെ ഹീമോഗ്ലോബിനിലോട്ട് ഗ്ലൂക്കോസ് എന്തുമാത്രം ബൈൻഡ് ചെയ്തു എന്നതിൻ്റെ ഒരു മെഷറാണ് HbA1c. നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളത് റെഡ് ബ്ലഡ് സെൽ RBCയുടെ ഉള്ളിലും ഈ RBCയുടെ സർവൈവൽ ടൈമായിട്ട് പറയുന്നത് അബൌട്ട് 90 days ആണ്. അപ്പം 90 ദിവസം ജീവിക്കുന്ന ഒരു റെഡ് ബ്ലഡ് സെല്ലിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്തുമാത്രം ഗ്ലൂക്കോസിനോട് അറ്റാച്ച് ചെയ്യപ്പെടുന്നു, ഹയർ വാല്യൂ ആണെങ്കിൽ ഇറ്റ് മീൻസ് അവരുടെ ഷുഗർ കൂടുതലായിരുന്നു. അപ്പോൾ ഷുഗർ കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയുടെ ഹീമോഗ്ലോബിൻ അതുമായിട്ട് കൂടുതൽ ബൈൻഡ് ചെയ്യുമ്പം HbA1cയുടെ അളവ് കൂടുതലായിട്ട് കാണും. എന്നാൽ കുറവ് ഷുഗർ ഉള്ള ഒരാളുടെ ഹീമോഗ്ലോബിൻ മെഷർ ചെയ്യുകയാണെങ്കിൽ അവരുടെ HbA1cയുടെ അളവ് കുറവായിട്ട് കാണും. പക്ഷെ അഗെയിൻ ഈ ടെസ്റ്റ് ചെയ്യുമ്പം നല്ലൊരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് വളരെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് ഹീമോഗ്ലോബിൻ തന്നെ 6% ഉള്ളൂ. ഇപ്പം വളരെ സിവിയർ ആയിട്ടുള്ള അനീമിയ ഉള്ള ഒരു വ്യക്തിയുടെ ഹീമോഗ്ലോബിൻ 6 അല്ലെങ്കിൽ 7 ആണെങ്കിൽ അവരുടെ HbA1c നമ്മൾ ചെക്ക് ചെയ്താൽ അത് കുറവായിട്ടേ വരുള്ളൂ വെൻ ഹിസ് ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് ആർ ഹൈ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഒത്തിരി രക്തസ്രാവം വന്നു, ബ്ലഡ് ഒത്തിരി പോയി, അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി അവർക്ക് ബ്ലഡ് പുറത്തുനിന്ന് ട്രാൻസ്ഫ്യൂസ് ചെയ്തു, നമ്മൾ ചെക്ക് ചെയ്താൽ അത് കുറവാണ്. ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പറഞ്ഞു സ്റ്റിറോയിഡ് കൊടുത്താൽ ഷുഗർ കൂടും. അപ്പോൾ 5 ദിവസം സ്റ്റിറോയിഡ് കൊടുത്തു, 6ാമത്തെ ദിവസം അയാളുടെ ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ കൂടി.
എന്നാൽ HbA1c നോക്കുമ്പോൾ അത് നോർമലാണ്. കാരണം HbA1c കൂടാനുള്ള ഒരു ടൈം ഗ്യാപ്പ് അയാൾക്ക് കിട്ടിയില്ല. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് നോക്കിയിട്ട് വേണം HbA1c ഒരു റിലയബിൾ ആയിട്ടുള്ള മാർക്കർ ആണോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാം. ഇന്ന് എൻ്റെ OPDയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേഷ്യൻ്റ് വന്നു, ഫാസ്റ്റിംഗ് എന്ന് നോർമലാണ്, 120 130, പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗറും അതുപോലെ തന്നെ നോർമലാണ്, ലെസ് ദാൻ 150. പക്ഷെ HbA1c നോക്കുമ്പോൾ HbA1c പെർസിസ്റ്റൻ്റ്ലി 10 കുറയുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് വളരെ ഡിഫിക്കൽട്ട് അയാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും ഇത്രയും നല്ലതുപോലെ കൺട്രോളും HbA1cയിൽ കുറവില്ലാത്തത്. അപ്പം നമുക്കിപ്പോൾ ഉള്ളൊരു പുതിയൊരു ടെക്നിക്കാണ്, ഈ ഒരു ചെറിയ സെൻസർ ഉണ്ട്, അതിന് FGMS എന്ന് പറയും, ഫ്ലാഷ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും. അതൊരു ₹1 കോയിൻ വലുപ്പത്തിലുള്ള ഒരു സാധനം നമ്മൾ അവരുടെ കയ്യിൽ ഒട്ടിച്ചു വിടും. അതെല്ലാം ഒരു 15 മിനിറ്റ് കൂടുമ്പോഴുള്ള ഗ്ലൂക്കോസിന്റെ ലെവലിനെ അതിനകത്ത് ക്യാപ്ചർ ചെയ്യും. അപ്പം അത് കണക്ട് ചെയ്ത് അയാളെ വീട്ടിലോട്ട് വിട്ട് 14 ദിവസത്തിന് ശേഷം തിരിച്ചു വന്ന് ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് നോക്കിയപ്പം പല ദിവസങ്ങളിലും ആളുടെ ഷുഗറിന്റെ അളവ് വളരെ കൂടുതലാണ്. അയാൾ രാവിലെ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കും, എന്നാൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ ഇംപ്രോപ്പർ ആയിട്ടുള്ള, മിക്കവാറും ദിവസങ്ങളിൽ ഫ്രൈഡ് റൈസ് ബിരിയാണിയാണ് ലഞ്ചിലുള്ളത്. അപ്പം പോസ്റ്റ് പ്രാൻഡിയലി ആളുടെ ഷുഗർ ലഞ്ചിന് ശേഷം 300 എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 140. അപ്പം അയാളുടെ HbA1c മെഷർ ചെയ്തപ്പോഴോ 10. കാരണം HbA1c ഗിവ്സ് എ ബിഗർ പിക്ചർ. എന്നാൽ ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ മാത്രം നോക്കിയിരുന്നെങ്കിലോ വി വുഡ് ലേബൽ ഹിം ആസ് ഹാവിങ് പെർഫെക്റ്റ് ഷുഗർ കൺട്രോൾ. അതുകൊണ്ട് എപ്പോഴും വി ഹാവ് ടു ലുക്ക് അറ്റ് HbA1c ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ആൻഡ് HbA1cനെ ഫോൾസ്ലി കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ള ഫാക്ടേഴ്സ്. ഇപ്പം ഒരു അബ്നോർമൽ ഹീമോഗ്ലോബിൻ, ഇന്ന് കണ്ട രണ്ടാമതൊരു പേഷ്യൻ്റ് ആണ്, ആളുടെ ഹീമോഗ്ലോബിൻ അബ്നോർമലാണ്. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള ഗ്ലൂക്കോസിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഹീമോഗ്ലോബിൻ അബ്നോർമൽ ആണെങ്കിൽ HbA1c ഫോൾസ്ലി കൂടുതലായിട്ട് വരാം. അപ്പം അതിന് ഒരു ക്ലിനിക്കൽ ജഡ്ജ്മെന്റ് വേണം. ലുക്കിംഗ് അറ്റ് പേഷ്യന്റെ പ്രൊഫൈൽ, അവരുടെ സെൻസറിലുള്ള റീഡിംഗ് എല്ലാം നോർമൽ, HbA1c മാത്രം ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ വി ഹാവ് ടു തിങ്ക് വെദർ ദാറ്റ് ടെസ്റ്റ് ഹാസ് എ പ്രോബ്ലം. അതുകൊണ്ട് പ്രിഫറബ്ലി ഈ 3 ടെസ്റ്റും ചെയ്യണം ടു ലുക്ക് അറ്റ് ദ ഷോർട്ട് ആൻഡ് ദ ലോങ് ടേം പിക്ചർ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ചെസിൽ ചെറിയാൻ, ഞാൻ കുവൈറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു. ഡോക്ടറെ, സംശയം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്, പണ്ടേ കേൾക്കുന്നൊരു കാര്യമാണ്, ഒരു ഷുഗർ, ഒരാൾക്ക് ഷുഗർ ഡയബറ്റിക് അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് 40-ലോ 50-ലോ 60-ലോ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്നൊരു കാര്യം, ഇത് നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻബിൽറ്റ് ആയിട്ട് നിങ്ങളുടെ DNA-ൽ അല്ല നിങ്ങളുടെ ജീനിൽ ഹെറിഡിറ്ററി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയൊരു കാര്യമാണ്. നിങ്ങളത് ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് നിങ്ങൾക്കത് 60 വരെ എത്താൻ പറ്റിയത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോശമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 40-ൽ വന്നേനെ. ഓൾറെഡി ഇതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാമായിരുന്നു. കാരണം അങ്ങനെ എന്ന് വെളിപ്പെട്ടോ എന്നുള്ള വിഷയമല്ല, ഇത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിരുന്നു. അങ്ങനെ കേൾക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ ഡോക്ടറെ? അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, അവരുടെ ഇൻസുലിൻ ആക്ഷനിൽ വരുന്ന ഒരു കുറവാണ് അവര് ഡയബറ്റീസിലോട്ട് നയിക്കുന്നത്. എന്നാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ കപ്പാസിറ്റിയും കുറയും. ചില വ്യക്തികളിൽ അത് വളരെ പെട്ടെന്ന് കുറയുന്നു, ചില ആൾക്കാരിൽ അത് കുറയുന്നില്ല. ഏകദേശം ഒരു 80% ഇൻസുലിൻ സെക്രീഷൻ കുറയുമ്പോഴാണ് ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഒരാൾക്ക് അത് 30 വയസ്സിലും വേറൊരു വ്യക്തിക്ക് അത് 40-ലോ 50-ലോ 60-ലോ വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എക്സ്പ്ലനേഷൻ ഇല്ലാത്ത പല കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നത് ആ ഒരു റീസൺ ആണ്. ഇതിന് ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കാണാം. കാരണം ഡയബറ്റീസിൽ നമുക്ക് ഒരു ജീൻ എല്ലാവരുടെയും ഷുഗറിനെ കോസ് ചെയ്യുന്നു എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. അതിനൊരു പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ജീൻ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് അവരുടെ ഡയബറ്റീസിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയില്ല. ദർ ആർ മൾട്ടിപ്പിൾ ജീൻസ് ആൻഡ് ദ എൻവയൺമെന്റ്. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഓവർ എ പീരീഡ് ഓഫ് ടൈം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വന്ന മാറ്റങ്ങൾ പോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നു. ഇപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു കൃഷിക്കാരനായിരുന്നു. എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ 80 ഇയേഴ്സിൽ ചെയ്തതിൻ്റെ പകുതി ഫിസിക്കൽ ആക്ടിവിറ്റി ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഗ്രാൻഡ് ഫാദറിനുള്ള അതേ ജീൻസ് ആണ് എനിക്കുള്ളതെങ്കിൽ പോലും പോസിബിളി എൻ്റെ ലൈഫ് സ്റ്റൈൽ വുഡ് കോൺട്രിബ്യൂട്ട് ടു മൈ ഇൻക്രീസ് റിസ്ക്. അപ്പം അതുകൊണ്ട് സാറ് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് കറക്റ്റ് ആണ്. നമ്മുടെ ഇത്രയും
ഇന്റൻസ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന പലരും വന്ന് ചോദിക്കും, വൈ മീ, എനിക്ക് എന്തുകൊണ്ട്? ഞാൻ എല്ലാം ചെയ്തു, ഞാൻ മധുരം ഉപയോഗിക്കാറില്ല, ഞാൻ റെഗുലറായിട്ട് നടക്കാറുണ്ട്, സ്മോക്കിംഗ് ഇല്ല, ആൽക്കഹോൾ ഇല്ല, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട്? അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്ന ഒരു ഫാക്ടറാണ് പോസിബിളി നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ ആൻഡ് ആക്ഷൻ ഡിഫക്റ്റീവ് ആണ്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ വുഡ് ഹാവ് സർട്ടൻലി പ്ലേഡ് എ റോൾ ഇൻ പോസ്റ്റ്പോണിങ് ഇറ്റ്. കാരണം അവർ പ്രീ ഡയബറ്റിക് എന്ന ലെവലിൽ നിന്ന് അവർ ഡയബറ്റിലോട്ട് എടുക്കുന്ന ടൈം ചിലരിൽ 3 വർഷമാവാം, ചിലരിൽ 10 ആവാം, ചിലർക്ക് അത് ഒരിക്കലും വരുവേല. അവിടെ ആയിരിക്കാം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ജനറ്റിക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും വലിയൊരു കണ്ടീഷനിൽ നമുക്ക് ഒരു ജീനിലോട്ട് അതിനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഇറ്റ് കുഡ് ബി ഇൻ യുവർ ജീൻസ് എന്ന് പറയുന്നത്. എന്നാൽ വേറെ ചില ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ഉണ്ട്, വളരെ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അതിന് മോണോജനിക് ഡയബറ്റിസ് എന്ന് പറയും. 20 വയസ്സിൽ ഗ്രാൻഡ് ഫാദറിനുണ്ട്, ഫാദറിനുണ്ട്, മകനുണ്ട്, സഹോദരങ്ങൾക്കുണ്ട്. അതിനെ മോണോജനിക് ഡയബറ്റിസ് എന്ന് പറയും. അതിനകത്തൊക്കെ നമുക്ക് ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള ജീൻ ഉണ്ട്, ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുന്നത്. എന്നാൽ ഈ ടൈപ്പ് 2 എന്ന് പറയുന്ന ബ്രോഡർ കാറ്റഗറിയിൽ നമുക്ക് ഒരു ജീനോ 2 ജീനിലോ ഇതിനെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജനറ്റിക്സ് ഒരു ഫാക്ടർ ആകാം എന്ന് മാത്രമേ ഈ 2025 നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതാണ് ആ ജീൻ എന്നുള്ളത് മേ ബി ഇൻ ഫ്യൂച്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയേക്കാം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഈ കഴിഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഞാൻ ഒരു ചെറിയ ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ, സമയമുണ്ടെങ്കിൽ. മറ്റൊന്നുമല്ല, ഈ സ്വീറ്റ്നർ ട്രീയിൽ നിന്നുള്ള സ്റ്റീവിയ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇത് ബ്രാൻഡ് വരുന്നുണ്ട്. ട്രീയിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നർ, നോ ഷുഗർ നോ കലോറി. ആ ഷുഗർ ഡയബറ്റിക് പേഷ്യന്റിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു 1 or 2 in a day, ചായയിലോ കാപ്പിയിലോ? അത് തീർച്ചയായിട്ടും നമ്മുടെ അഗെയിൻ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻ കോട്ട് ചെയ്തിട്ട് വേണം ഞാൻ സംസാരിക്കാൻ. അപ്പം പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഷുഗർ നമ്മുടെ കോഫിയിൽ ഇടുന്നതോ അല്ലെങ്കിൽ ചായയിൽ ഇടുന്ന ഷുഗർ ആണെന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അപ്പം പലരും അതിനെ മാത്രം റീപ്ലേസ് ചെയ്യും. ഇപ്പൊ സ്റ്റീവിയ ഉപയോഗിച്ചു, അതുകൊണ്ട് എൻ്റെ പഞ്ചസാരയുടെ ഉപയോഗം കുറഞ്ഞു. എന്നാൽ അവരുടെ ബാക്കിയുള്ള ഡയറ്ററി ഹിസ്റ്ററി നോക്കിയാൽ അവരുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് വളരെ കൂടുതലായിരിക്കും, ഫൈബർ കുറവായിരിക്കും, ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ മാറ്റമില്ല. അതുകൊണ്ട് അവരുടെ ഡയബറ്റീസിന്റെ റിസ്കിനെ നമ്മൾ കുറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദി ആൻസർ ഇസ് നോ. അപ്പോൾ സർട്ടൻലി ഷുഗറിനേക്കാളും ഇത് ഒരു കാലറി ഇല്ലാത്ത സ്വീറ്റ്നർ ആയതുകൊണ്ട് ഡയബറ്റീസിന്റെ റിസ്കിനെ അത് കൂട്ടുന്നില്ല. ആ പെർസ്പെക്റ്റീവിൽ അത് സേഫ് ആണ്. എന്നാൽ അത് ചെയ്തത് കൊണ്ട് മാത്രം എൻ്റെ ഷുഗർ കൺട്രോൾ ആകുമോ? സർട്ടൻലി ഇല്ല. അപ്പൊ നമ്മൾ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റിനെ കവർ ചെയ്ത് പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഷുഗറിനെ മാത്രം റീപ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് അലോൺ മെ നോട്ട് ബി ഇനഫ്. ലോങ് ടേം ഈ കോമ്പൗണ്ട്സിന് എന്തെങ്കിലും സേഫ്റ്റി കൺസേൺസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആണ്. ചിലർ പറയുന്നു അതിനുണ്ട്, എന്നാൽ അത് പ്രൂവൺ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ദ ആൻസർ വുഡ് ബി റീപ്ലേസിങ് ഇസ് ഫൈൻ, പക്ഷെ അത് മാത്രമായിരിക്കരുത് യുവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. താങ്ക് യു ഡോക്ടർ, വെൽ അണ്ടർസ്റ്റുഡ്, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം is the time for that, please. ഡോക്ടർ, ഞാനൊന്ന് റേസ് ചെയ്തോട്ടെ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഇറ്റ് ലുക്സ് ഫണ്ണി, ബട്ട് അറ്റ് വാട്ട് സ്റ്റേജ് ഡോക്ടർ നമ്മൾ ഈ മെഡിസിൻ ഇൻസുലിനിലേക്ക് ചേഞ്ച് ആവുന്ന ഏത് സ്റ്റേജിലാണ്? വാട്ട് സ്റ്റേജ് എക്സാക്ട്ലി? അതുകൊണ്ട് അതിന് ഇൻഡിക്കേഷൻസ് പലതുണ്ട് നമ്മൾ മെഡിസിനിൽ നിന്ന് ഇൻസുലിനിലോട്ട് മാറുന്നതിന്റെ. ആദ്യത്തെ ഇൻഡിക്കേഷന് OAD ഫെയിലിയർ എന്ന് പറയും. OAD എന്ന് പറയുന്നത് ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗിന്റെ ഫെയിലിയർ. ആ ഫെയിലിയർ എന്താണെന്നുള്ളത് പക്ഷെ ഒരു വളരെ ആർബിട്രറി ടേം ആണ്. കാരണം ആക്ച്വലി ഒരു 3 ടാബ്ലറ്റ് വിച്ച് ഇസ് യൂസ് ഫോർ കൺട്രോളിങ് ഡയബറ്റിസ് അതിന്റെ ഒപ്റ്റിമൽ ഡോസിൽ കൊടുത്തു. ഇൻസ്പൈറ്റ് ഓഫ് വിച്ച് നമ്മുടെ ഡയബറ്റിസിന്റെ കൺട്രോൾ നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വന്നില്ല. യൂഷ്വലി നമ്മൾ അബൌട്ട് ഒരു 7% ആണ് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് ഗുഡ് ഷുഗർ കൺട്രോൾ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു 70+ ഒക്കെ വരുമ്പം 7 to 8% വരെ HbA1c നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഒരു 3 മെഡിസിൻ കൊടുത്തിട്ടും അവരുടെ HbA1c ആ ടാർഗറ്റിലോട്ട് വന്നില്ലെങ്കിൽ ആ സമയം തൊട്ട് യു ക്യാൻ ആക്ച്വലി തിങ്ക് അബൌട്ട് ചേഞ്ചിങ് ഓവർ ടു ഇൻസുലിൻ. പക്ഷെ ഇപ്പം നമ്മുടെ ഡയബറ്റിസിന്റെ
അവൈലബിൾ ഓപ്ഷൻസ് കൂടുതലാണ്. ടാബ്ലറ്റിലാണെങ്കിൽ പോലും ഇപ്പം 5 or 6 കാറ്റഗറി മെഡിസിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഒരു 3 മെഡിസിൻ എടുക്കുന്ന ആളെ ഇൻസുലിനിലോട്ട് മാറ്റുന്നതിലും പലപ്പോഴും പേഷ്യൻസും പ്രിഫർ ചെയ്യുന്നത് അടുത്തൊരു മെഡിസിൻ തുടങ്ങുന്നതാണ്. എന്നാൽ 3 മെഡിസിൻസ് ഉണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ്. ആ സമയം തൊട്ട് പേഷ്യൻസിനോട് പറഞ്ഞു തുടങ്ങണം. ഇനി ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ വുഡ് ബി ഇൻസുലിൻ. അതിനെയാണ് സെക്കൻഡറി OAD ഫെയിലിയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വുഡ് ബി കോംപ്ലിക്കേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ക്രിയാറ്റിനിൻ കൂടുന്നു. ഒരു 2 വരെ ഓൾമോസ്റ്റ് എല്ലാ ഓറൽ മെഡിക്കേഷൻസും സേഫ് ആണ്. അബവ് 2 വി ഹാവ് ടു ബി കെയർഫുൾ. അതുകൊണ്ട് അങ്ങനെ ഒരു ലിവർ ഡിസീസ് വരുന്നു, റീനൽ ഫെയിലിയർ വരുന്നു, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പം ഈവൻ ഇഫ് യു ഹാവ് എ ഗുഡ് ഗ്ലൂക്കോസ് കൺട്രോൾ വി മൈറ്റ് ഹാവ് ടു ചേഞ്ച് ഓവർ ടു ഇൻസുലിൻ. പിന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള നീഡുണ്ട്. ഒരാൾ സർജറിക്ക് വേണ്ടി പോവാണ്, ഷുഗർ കൺട്രോൾ വേണം, കൊടുത്തു. അല്ലെങ്കിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു, ആ സമയത്ത് ഇൻസുലിൻ കൊടുത്തു. അങ്ങനെ ടെമ്പററി ഇൻസുലിനിലോട്ട് മാറ്റുന്നവരുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഇസ് വെൻ OADs ഹാവ് ഫെയിൽഡ്, അല്ലെങ്കിൽ വെൻ ദർ ഇസ് എ കോംപ്ലിക്കേഷൻ വിച്ച് ഹാവ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. ഡോക്ടർ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, 3 ആ. മെഡിസിൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു മെഡിസിൻ 3 times a day എന്നുള്ളതാണോ? അല്ല, 3 അതല്ല. സെപ്പറേറ്റ് മെഡിസിൻസിന്റെ ആപ്ലിക്കേഷൻ? 3 കാറ്റഗറി ഓഫ് മെഡിക്കേഷൻസ് മെഡിസിന്റെ ഇൻ ദർ ആപ്ലിക്കേഷൻ. ഒപ്റ്റിമൽ ഡോസ്. ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ ടാബ്ലറ്റ് ആണ് മെറ്റ്ഫോർമിൻ. അപ്പൊ മെറ്റ്ഫോർമിൻ ഉണ്ട്, അതിന്റെ കൂടെ വേറെ 2 ടൈപ്പ് ഓഫ് ടാബ്ലറ്റുകൾ ഉണ്ട്. എല്ലാത്തിനും ഒരു മാക്സിമൽ ഡോസ് ഉണ്ട്. മെറ്റ്ഫോർമിൻ നമ്മൾ പറയും അബൌട്ട് 2.5 gram ആണ് ഒരു നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ഒരാൾക്ക് ഒരു ഡേ കൊടുക്കാവുന്നതെങ്കിൽ അതെടുത്തു, അടുത്തൊരു ടാബ്ലറ്റ് എടുത്തു, മൂന്നാമതൊരു ടാബ്ലറ്റ് എടുത്തു, എല്ലാം അതിന്റെ മാക്സിമൽ ഡോസിൽ. ഇൻസ്പൈറ്റ് ഓഫ് വിച്ച് ഇഫ് യുവർ ഷുഗർ കൺട്രോൾ ഇസ് നോട്ട് ഗുഡ്, സ്റ്റഡീസ് ഉണ്ട് വേർ ദേ ഹാവ് ലുക്ഡ് ഇൻ ടു ആ സമയത്ത് സ്റ്റാർട്ടിങ് ഇൻസുലിൻ വിത്ത് ടാബ്ലറ്റ്, അല്ലെങ്കിൽ ആഡിങ് ഓൺ എ 4th അല്ലെങ്കിൽ 5th. അപ്പം ഇവൻച്വലി ഒരു 4 അല്ലെങ്കിൽ 5 ടാബ്ലറ്റ് എടുക്കുന്നവര് മോസ്റ്റ് ഓഫ് ദം ഇവൻച്വലി ഇൻസുലിനിലോട്ട് പോകും. ആ ഒരു ഡിലേ ഉണ്ട്. നമ്മൾ അതിനെ ഇൻസുലിൻ ഇനേർഷ്യ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരു കൺസേൺ ആണ്. അപ്പൊ ഇൻസുലിൻ ഇനേർഷ്യ ഉണ്ട്. എന്നാലും ഒരു 3 മെഡിസിൻ ആകുമ്പോൾ തൊട്ട് യു ഷുഡ് സ്റ്റാർട്ട് ഡിസ്കസിങ്. ഇല്ലെങ്കിൽ ഫൈനലി ഒരു ഷോക്ക് ആയിരിക്കും. പെട്ടെന്നൊരു ദിവസം ഇൻസുലിൻ വേണ്ട വരുമെന്ന് പറയുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അവൈലബിൾ ടാബ്ലറ്റുകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് 5 ടാബ്ലറ്റ്, അതായത് 5 ടൈപ്പ് ഓഫ് ടാബ്ലറ്റ് എടുക്കുന്നവർ വരെ ഒത്തിരി പേരുണ്ട് വിത്തൗട്ട് റിക്വയറിങ് ഇൻസുലിൻ. പക്ഷെ ക്ലോസ്ലി വാച്ച് ചെയ്യണം. എല്ലാ ഫോളോ അപ്പിലും അവരുടെ ഗ്ലൂക്കോസ് ടാർഗറ്റ് അച്ചീവ് ചെയ്തോ എന്ന് നോക്കി ഇൻസുലിൻ വേണോ എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുക്കണം. ഗ്രേറ്റ്, ഓക്കെ, താങ്ക് യു. ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ സമയം ഒത്തിരിയായി. ഇന്ത്യയിലെ സമയം 11 കഴിഞ്ഞു. 11 കഴിഞ്ഞു. ഡോക്ടർ ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ടിരുന്നു. ഇനി എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോദിക്കാം. അതിനു മുമ്പ് അതെ. ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പേര് ചോദിച്ചിരുന്നു. ഇപ്പൊ ജോലിയിൽ പല രാജ്യങ്ങളിലും ജോലി സമയങ്ങളിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് ഇട്ട് തരാമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ ക്ലാസിന്റെ പോർഷൻ നമ്മൾ ഇട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് കരുതുക. അതുപോലെ രണ്ടാമത് കുറച്ച് പേര് ചാറ്റ് ബോക്സിൽ ഡോക്ടറുടെ നമ്പർ കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. നമുക്ക് അതിനുവേണ്ടി പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വാട്സാപ്പ് നമ്പർ തന്നെ നമ്മുടെ മെഡിസിറ്റിയിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏതാവശ്യത്തിനും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രിവിലേജ് കാർഡുകൾ ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിവിലേജ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. ആ കാർഡിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് ഉപയോഗിക്കാം. പിന്നെ ഡോക്ടറുടെ നമ്പർ, പേഴ്സണൽ നമ്പർ അങ്ങനെ ഷെയർ ചെയ്യുന്നതിൽ അത് യൂസ്ഫുൾ ആണോ, ഡോക്ടർക്ക് അത് ബാധ്യതയാകുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. അതോ ഈ ജനറൽ ആയിട്ടുള്ള നമ്പർ, പ്രവാസികൾക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന നമ്പർ തന്നെ ഉപയോഗിക്കുകയാണോ നല്ലത് എന്ന് നമുക്ക് ചിന്തിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ അടുത്ത സെഷനിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, താങ്ക് യു അച്ഛാ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഒരു അർജന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പെട്ടെന്ന് ചോദിച്ചേക്കാം. എൻ്റെ പേര് ബിന്ദു എന്നാണ്. എനിക്ക് ചോദിക്കേണ്ടത് ഡോക്ടറെ, ഗ്ലൈമി എടുക്കുന്ന ഒരു ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീനൂറിയ ഉണ്ട്, പക്ഷേ റീനൽ ഫംഗ്ഷൻ എല്ലാം കംപ്ലീറ്റ്ലി നോർമലാണ്. ഈവൻ റീനൽ അൾട്രാസൗണ്ട് ഓൾസോ നോർമൽ, പക്ഷേ സ്റ്റിൽ പ്രോട്ടീനൂറിയ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ ഓറൽ മെഡിക്കേഷനിൽ നിന്ന് ഇൻസുലിനിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
പ്രോട്ടീനൂറിയ എന്നുള്ളത് മാത്രം ഒരു ഇൻഡിക്കേഷൻ അല്ല. കാരണം നമ്മൾ നോക്കുന്നത് അവരുടെ കിഡ്നിയുടെ എബിലിറ്റി ടു ഹാൻഡിൽ ആ പെർട്ടിക്കുലർ മെഡിക്കേഷൻ. അതുകൊണ്ട് ഗ്ലൂക്കോസ് കൺട്രോൾ ഒപ്റ്റിമൽ ആണ്, എന്നാൽ പ്രോട്ടീനൂറിയ പെർസിസ്റ്റീവ് ആണെങ്കിൽ ഇപ്പം അതിനും അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട് വിച്ച് ക്യാൻ കൺട്രോൾ ഡയബറ്റിസ് ആൻഡ് പ്രോട്ടീനൂറിയ, അതുപോലെ ഫോക്കസിങ് ഓൺലി ഓൺ പ്രോട്ടീനൂറിയ. അപ്പം ഒരു എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്ത് ഇപ്പം കഴിക്കുന്ന ടാബ്ലറ്റിന്റെ കൂടെ അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് പ്രോട്ടീനൂറിയനെ ടാർഗറ്റ് ചെയ്യുന്ന ടാബ്ലറ്റ് കൂടെ തുടങ്ങിയാൽ സർട്ടൻലി അത് യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ അത് ഇൻസുലിനിലോട്ട് മാറേണ്ട ഒരു ക്രൈറ്റീരിയ അല്ല. കാരണം ഫൈനലി ഇൻസുലിൻ അല്ലെങ്കിൽ OAD എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഷുഗർ കൺട്രോൾ ആൻഡ് ക്രിയാറ്റിനിൻ അതാണ് നോക്കുന്നത്. അപ്പോൾ പ്രോട്ടീനൂറിയ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് എടുത്ത് അതിനെ ടാർഗറ്റ് ചെയ്യുന്ന പുതിയ മോളിക്യൂൾസ് ഉണ്ട്, അതിലോട്ട് തീർച്ചയായിട്ടും മാറാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നണം അല്ലേ? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഒത്തിരി സമയമായി, നമ്മുടെ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. അച്ഛൻ പറഞ്ഞതുപോലെ കോമൺ ആയിട്ടുള്ള ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. ആ നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ ഇപ്പോഴ്? അത് നമ്മളെ സ്ക്രീനിൽ എടുക്കണം അല്ലേ? ഓക്കെ, നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാലേ? നമ്മള് ഇതിന്റെ ഒരു കൺക്ലൂഷന് വേണ്ടിയിട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവാസി കെയർ സ്കീമിന്റെ കുവൈറ്റ് കോർഡിനേറ്റർ ഷാജി മൈക്കിളിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട തടത്തിലച്ച, ബഹുമാനപ്പെട്ട കണിയോടിക്കലച്ച, ബഹുമാനപ്പെട്ട വെള്ളച്ചാലിലച്ച, ഡോക്ടർ ജോൺസൺ ടി ജോൺസൺ, വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ പരിപാടിയിൽ സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ, ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്ന രോഗാവസ്ഥ ഒരുപക്ഷെ ഡയബറ്റീസ് ആയിരിക്കും. അതിനാൽ തന്നെ ഈ രോഗത്തെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. ഇതിൽ നിന്നും ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയാണ് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയന്റെ പ്രസക്തി നമുക്ക് വേണ്ടി വരുന്നത്. ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും മികച്ച സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ചികിത്സാ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ പരിചയത്തിന്റെ വെളിച്ചത്തിൽ ആധികാരികമായി നൽകിയ അറിവുകൾക്ക് ഡോക്ടർ ജോൺസ് ടി ജോൺസണ് PDMയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഇൻചാർജ് വികാരി ജനറൽ ബഹുമാനപ്പെട്ട തടത്തിലച്ചനും, മാർസലീവ മെഡിസിറ്റി MD ബഹുമാനപ്പെട്ട കണിയൊടിക്കലച്ചനും, PDMA ഡയറക്ടർ ബഹുമാനപ്പെട്ട വെള്ളച്ചാലിലച്ചനും PDMയുടെ നന്ദി അറിയിക്കട്ടെ. PDMA ഗ്ലോബൽ കോർഡിനേറ്റർ ഷാജി മോഹൻ മങ്കുഴിക്കരി, PDMA മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്റർ സിവി പോൾ, ഈ പ്രോഗ്രാമിന് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, മറ്റ് PDMA ഭാരവാഹികൾ, ഈ മെഡിറ്റോക്കിൽ പങ്കെടുത്ത അംഗങ്ങൾ, ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷാജി. ഡോക്ടറെ, ഒരു നല്ല ടോക്ക് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇനി നാട്ടിൽ വരുമ്പം ഞങ്ങളൊക്കെ പേഴ്സണലി ഒന്ന് കണ്ടോളാം. ഞങ്ങളൊക്കെ ആവശ്യക്കാരാണ്. ഓക്കെ, സർട്ടൻലി. താങ്ക് യു. അച്ഛൻ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു എവരിബഡി. താങ്ക് യു. ഒരു വാക്ക് പിന്നെ പ്രത്യേകം സൂം പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്ത കുവൈറ്റ് ടീമിനും അതുപോലെ തന്നെ മീറ്റിംഗിൽ പങ്കെടുത്ത് ആങ്കർ ചെയ്ത ജോണിനും ഒക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പം ഇതിനൊപ്പം തന്നെ നമുക്ക് ബാക്കെൻഡിൽ ശ്രീരാജ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീരാജിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഗുഡ്. താങ്ക് യു ഡിയർ. താങ്ക് യു മനോജ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you. Let's meet Great. in the next medical talk on the